السلام عليكم ورحمة الله أيها الطلاب الأعزاء. اليوم نحن ندرس عن تاريخ اللغة العربية وآدابها. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ BA അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ അറബിക് മേജർ പേപ്പറായിട്ടുള്ള ഹിസ്റ്ററി ഓഫ് അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 4ാം സെമസ്റ്ററിൽ 4 ക്രെഡിറ്റിൽ 3 മണിക്കൂർ എക്സാം ടൈം വെച്ചുള്ള ഒരു പേപ്പറാണിത്. ഈ പേപ്പറിനെ കുറിച്ച് വിശദമായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ സിലബസ് പ്രകാരം തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ഒരു വൈഡ് ഏരിയ ആയിട്ടുള്ള ഈ പേപ്പറിനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ നമ്മുടെ സിലബസ് എന്താണ് എന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അതിവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ പരാമർശിക്കാം. നേരത്തെ പറഞ്ഞ പോലെ പേപ്പറിൻ്റെ പേര് ഹിസ്റ്ററി ഓഫ് അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നാണ്. 4ാം സെമസ്റ്ററിലാണ് ഈ പേപ്പർ ഉള്ളത്. ഇതിൻ്റെ ക്രെഡിറ്റ് 4 അഥവാ 40 മാർക്കിലാണ് എക്സാം വരിക. 3 മണിക്കൂർ കൊണ്ടാണ് എക്സാം നമ്മൾ എഴുതി തീർക്കേണ്ടത്. 5 യൂണിറ്റുകളിലായിട്ടാണ് സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിൽ യൂണിറ്റ് 1 ആണ് ഈ ഒരു സ്ലൈഡിൽ കൂടെ ഞാൻ കാണിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഓരോ യൂണിറ്റും നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ എന്തൊക്കെയാണ് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്, എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. യൂണിറ്റ് നമ്പർ 1ൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ പ്രീ ഇസ്ലാമിക് പീരീഡ് ജനറൽ സർവേ. അതായത് എന്താണ് പ്രീ ഇസ്ലാമിക് പീരീഡ് അഥവാ അത് അൽ അസുർ അൽ ജാഹിലി എന്താണ്, ഏത് വർഷത്തിലാണ് തുടങ്ങിയത്, ഏത് വർഷത്തിലാണ് അവസാനിച്ചത്, എവിടെയാണ് ഈ സംഭവങ്ങളും ലിറ്ററേച്ചർ വിപ്ലവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് വൺ ഡെവലപ്മെന്റ് ഓഫ് പ്രീ ഇസ്ലാമിക് പോയട്രി. അദബുൽ ജാഹിലിയിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് അന്നത്തെ കവിത എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഗദ്യസാഹിത്യത്തെക്കാളും പദ്യസാഹിത്യത്തിനാണ് അഥവാ പോയട്രിക്കാണ് അവിടെ കൂടുതൽ പ്രചാരണങ്ങൾ ലഭിച്ചത്, സ്വീകാര്യത ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള ഒരു പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. പോയട്രിയിൽ വരുന്നതാണ് ഖസീദ, അതേപോലെ മുഅല്ലഖാത്തുകൾ. അതാണ് പിന്നെ പറയുന്ന പോയിന്റുകൾ. മുഅല്ലഖാത്ത് എടുത്തു നോക്കുമ്പോൾ അതിൽ സബഉൽ അസ്ഹാബുൽ മുഅല്ലഖാത്ത് 7 പേരാണ്. അതിൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും ഇംറുൽ ഖൈസിനെ കുറിച്ചും ത്വറഫയെ കുറിച്ചും അംറുബിന് കുൽസൂം, സുഹൈർ ബിൻ അബി സുൽമ എന്നീ വ്യക്തികളെ കുറിച്ചാണ്. വേണമെങ്കിൽ നമുക്ക് 7 പേരെയും ഇവിടെ ക്ലാസ്സിൽ നമുക്ക് പരാമർശിക്കാം. അതിനുശേഷം പ്രോസ് ലിറ്ററേച്ചർ ഓഫ് ദ പീരീഡ് അഥവാ നസിർ അഥവാ ഗദ്യ സാഹിത്യത്തെക്കുറിച്ചാണ് പിന്നീടുള്ള പോയിന്റ്. അപ്പോൾ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. യൂണിറ്റ് നമ്പർ 2 അതിൻ്റെ ക്ലാസ് വരുമ്പോൾ കൂടുതൽ പറയാം. എന്നിരുന്നാലും അത് ഇസ്ലാമിക് പീരീഡിലുള്ള ലിറ്ററേച്ചറിനെ കുറിച്ചാണ്. റസൂലുള്ളാഹിന്റെ കാലത്തും അതേപോലെ 4 ഖലീഫമാരുടെ കാലത്തെയാണ് അസ്റുൽ ഇസ്ലാമി എന്ന് പറയുന്നത്. യൂണിറ്റ് 3ൽ ഉമയ്യദ് പീരീഡിലുള്ള ലിറ്ററേച്ചറിനെ കുറിച്ചാണ്, അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച്. യൂണിറ്റ് 4ൽ അബ്ബാസി കാലഘട്ടത്തിലുള്ള ലിറ്ററേച്ചറിനെ കുറിച്ചും അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളും. യൂണിറ്റ് 5 ആകുമ്പോഴേക്ക് മോഡേൺ പീരീഡിലേക്ക് വരുന്നു. അതിൽ വളരെ കുറഞ്ഞ ആളുകളെ കുറിച്ച് മാത്രമേ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. അഹ്മദ് ഷൗക്കി, ഹാഫിസ് ഇബ്രാഹിം, ത്വാഹ ഹുസൈൻ, ഖലീൽ ജിബ്രാൻ, നജീം മഹ്ഫൂസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചാണ് നമുക്ക് ഏറ്റവും അവസാനത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് യൂണിറ്റ് നമ്പർ 1ലേക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കാലങ്ങൾ എപ്പോഴൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നമ്മൾ അവിടെ രേഖപ്പെടുത്തി വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഏത് കാലം, ഏത് വർഷം തുടങ്ങി ഓരോ കാലവും എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമുക്ക് 6 കാലമായിട്ട് അറബി സാഹിത്യ ചരിത്രത്തെ നമുക്ക് മാറ്റാൻ പറ്റും. അതിലോരോ കാലവും ചിലപ്പോൾ മറ്റുള്ള
കാലത്തേക്കാളും കൂടുതൽ സാഹിത്യം വന്നിരിക്കാം. ചിലപ്പോൾ അതിന് തീരെ പ്രാധാന്യം കൊടുക്കാത്ത കാലങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ഇതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ അൽ അസുറുൽ ജാഹിലിയാണ്, ജാഹിലിയ കാലഘട്ടം. ക്രിസ്തു വർഷത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ എളുപ്പത്തിന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് മുഴുവനും ഫോളോ ചെയ്യുന്നത് മിക്കവാറും ക്രിസ്തു വർഷം മീലാദി തന്നെയാണ്. 450 അസുറുൽ ജാഹിലിയുടെ തുടക്കമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അത് 610 വരെ പോകും. 610 എന്ന് പറയുന്നത് ഖബല ബിഅസത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ നബുവത്ത് കിട്ടുന്ന ആ ഒരു വർഷത്തെയാണ് 610 നമ്മൾ കണക്കാക്കുന്നത്. ആ കാലഘട്ടം വരെ അസുറുൽ ജാഹിലിയായിട്ടാണ് ചരിത്രത്തിൽ അറബി സാഹിത്യത്തിൽ എണ്ണുന്നത്. രണ്ടാമത്തത് അസുർ സദറുൽ ഇസ്ലാമാണ്, ഇസ്ലാമിക കാലഘട്ടം എന്ന് പറയും. അഥവാ റസൂലുള്ളാഹിന്റെ നുബുവത്ത് കിട്ടിയതിന് ശേഷം ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ അവസാനത്തെ ഭരണം വരെയാണ്. അഥവാ 610 മുതൽ 661 വരെയുള്ള കാലത്തെയാണ് അസുർ സദറുൽ ഇസ്ലാം അല്ലെങ്കിൽ അസുറുൽ ഇസ്ലാം എന്ന് പറയുന്നത്. മൂന്നാമത്തത് അസുറുൽ അമവിയാണ്, ഉമയ്യത്ത് പീരീഡാണ്. 661 മുതൽ 750 വരെയാണ് ഉമയ്യത്ത് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നത് മുതൽ ഏകദേശം 91 വർഷം അമവികൾ ഭരിക്കുന്നു. ആ ഭരണത്തെയാണ്, ആ കാലത്തെയാണ് ഉമയ്യത്ത് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. 661 ആ ഒരു സമയത്ത് ശരിക്കും ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഹസൻ റളിയല്ലാഹു അൻഹു കൂഫ ആസ്ഥാനമാക്കിയിട്ട് ഒരു 9 മാസത്തെ ഭരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു പ്രത്യേക കാലമായിട്ട് കണക്കാക്കുന്നില്ല. മാത്രമല്ല ഒരു വർഷം മുഴുവനായിട്ട് തികയാത്തത് കൊണ്ട് തന്നെ അടുത്ത വർഷത്തെ നമ്മൾ ആ ഉമയ്യത്ത് പീരീഡ് ആയിട്ടാണ് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. സൂക്ഷ്മമായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ അതും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തെ അൽ അസുറുൽ അബ്ബാസിയാണ്, അബ്ബാസിദ് ഡൈനാസ്റ്റി. 750 തുടങ്ങുന്നു, 1258 നീണ്ട 5 നൂറ്റാണ്ടുകൾ അബ്ബാസികൾ ഭരിച്ചു. അബ്ബാസികളുടെ തകർച്ച എന്ന് പറയുന്നത് താർത്താരികളുടെ കൈകളാൽ ബഗ്ദാദ് പട്ടണം തകരുന്നതോടുകൂടെ അബ്ബാസി ഭരണം അവസാനിക്കുകയാണ്. സുഖൂത്ത് ബഗ്ദാദ് ബിയദി തത്താർ, താർത്താരികളുടെ കൈകളിലൂടെ ബഗ്ദാദിന്റെ തകർച്ചയോടുകൂടെ ആ ഭരണം അവസാനിക്കുന്നു. പിന്നീട് വരുന്നത് തുർക്കികളാണ്, അസുർ തുർക്കിയാണ്. തുർക്കി ഭരണത്തെ, തുർക്കി കാലത്തെ 2 ഭാഗമാക്കിയിട്ട് നമുക്ക് മാറ്റാം. ടോട്ടലി തുർക്കികളുടെ കാലം എന്ന് പറയുന്നത് 1250 മുതൽ, അത് അബ്ബാസി ഡൈനാസ്റ്റി 58 അവസാനിക്കുന്നതെങ്കിലും 50 മുതൽ തന്നെ തുർക്കികളുടെ ചില പ്രദേശങ്ങൾ തുർക്കിയുടെ അധീനതയിൽ വന്നതുകൊണ്ട് തന്നെ അവർ ചരിത്രപരമായിട്ട് 50 അവർ തുടക്കം കുറിച്ചു എന്ന് നമുക്ക് പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ 1250 എന്ന് തന്നെ കൊടുക്കാൻ കാരണം. എന്നിട്ട് 1798 വരെ, അഥവാ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വരവോടുകൂടെ മിസ്റിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് നടത്തിയ ആക്രമണമാണ് 1798 എന്ന് പറയുന്നത്. അതുവരെ അസുർ തുർക്കി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അസുർ തുർക്കിയെ 2 ഭാഗമായിട്ട് മാറ്റാം എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ അസുറുൽ മംലൂക്കിയാണ്, 1250 മുതൽ 1517 വരെ. പിന്നെ വരുന്ന രണ്ടാമത്തത് അൽ അസുറുൽ ഉസ്മാനിയാണ്, ഓട്ടോമൻ എംപയർ, 1517 മുതൽ ഹംലത്ത് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ആക്രമണം 1798 വരെ. അപ്പോൾ 1798 എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒന്ന്, നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈജിപ്ത് ആക്രമിച്ചത് ആ ഒരു വർഷത്തിലാണ്. അതോടുകൂടെയാണ് അസുറുൽ ഹദീസ്, മോഡേൺ ഏജ് നമുക്ക് തുടങ്ങുന്നത്. 1798 മുതൽ ഇലല്യൗ, ഇന്ന് വരെ നമുക്ക് മോഡേൺ ഏജിലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മൊത്തത്തിലുള്ള കാലങ്ങളിൽ അസുറുൽ ജാഹിലി, സദ്റുൽ ഇസ്ലാം, അസുറുൽ അമവി, അസുറുൽ അബ്ബാസി, അസുർ തുർക്കി ഉണ്ടെങ്കിലും തുർക്കിയെ നമുക്ക് സാഹിത്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പേപ്പറിൽ നമ്മൾ തുർക്കിയെ പരാമർശിക്കുന്നില്ല. അത് നീണ്ട ഒരുപാട് വർഷം ഉള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ സാഹിത്യത്തിൽ മറ്റുള്ള കാലങ്ങളിൽ ഉള്ളതുപോലെയുള്ള സാഹിത്യ രചനകൾ വരാത്തത് കൊണ്ടോ ആയിരിക്കാം ആ ഒരു കാലത്തെ നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നമ്മൾ പറയാത്തത്. അസുറുൽ ഹദീസിലെ പ്രധാനപ്പെട്ട ചില ആളുകളെ കുറിച്ച് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്.
അപ്പോൾ ടോട്ടലി ഇത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ചരിത്ര പഠനത്തിലേക്ക് ഇറങ്ങുക. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ യൂണിറ്റ് അൽ അസ്റുൽ ജാഹിലിയാണ്. 450 മുതൽ തുടങ്ങുന്നു, 610 അവസാനിക്കുന്നു. ഈ അസ്റുൽ ജാഹിലി എന്ന് പറയുന്നത് ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ജസീറത്തുൽ അറബാണ്. അപ്പോൾ ജസീറത്തുൽ അറബ് എവിടെയാണ്, എന്താണ്, അത് ഏത് ഭാഗത്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡ് ഇവിടെ വെച്ചിട്ടുള്ളത്. ജസീറത്തുൽ അറബ് വഹുദൂദിഹ, അതിൻ്റെ ലിമിറ്റേഷൻസ് അഥവാ അതിൻ്റെ അതിർത്തികളും അതേപോലെ തന്നെ ആ ഭൂമി എവിടെയാണ് എന്നൊക്കെയാണ്. അതിൽ മഅനൽ അറബ്, അറബ് എന്ന് പറയുന്നത് സഹാറ അൽ ഖഫാസ്, മരുഭൂമി എന്നാണ് അറബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ആദ്യം അത് നമ്മൾ മനസ്സിലാക്കുക. ജസീറ എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റ് എന്നൊക്കെയാണ്. അപ്പോൾ ജസീറത്തുൽ അറബ്, അപ്പം മിക്കവാറും അതിൻ്റെ ഭൂപ്രദേശങ്ങൾ മരുഭൂമിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ജസീറത്തുൽ അറബ് എന്ന് അതിന് പേര് കൊടുത്തത്. അതിൻ്റെ അതിർത്തികൾ എന്ന് പറയുന്നത് ഗർബ്, വെസ്റ്റിൽ ബഹ്റുൽ അഹ്മർ ആണ്, ചെങ്കടൽ. ഷർക്ക്, ഈസ്റ്റിൽ ഖലീജുൽ അറബിയാണ്. ജനൂബ്, സൗത്തിൽ ബഹ്റുൽ അറബ് അല്ലദി ഇംതദ്ദ ഇല ബഹ്റിൽ ഹിന്ദ്, ഇന്ത്യൻ ഒഷീനിലേക്ക് നീണ്ടു കിടക്കുന്ന ബഹ്റുൽ അറബ്, അറേബ്യൻ സീ ആണ് ജനൂബിൽ. ഷിമാലിൽ മാത്രമാണ് കടൽ ഇല്ലാത്തത്, ബിലാദു ഷാമാണ്. ബിലാദു ഷാം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇറാഖിനെയും ജോർദാനിനെയും ആക്കി വിഭജിച്ചത് കൊണ്ട് ഇന്ന് ബിലാദു ഷാം കാണില്ല. അന്നത്തെ പ്രകാരം അത് ബിലാദു ഷാം ആയിരുന്നു, അഥവാ ഇന്നത്തെ ഇറാഖും ജോർദാനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹുദൂദ് എന്ന് പറയുന്നത്. അതൊരു നെക്സ്റ്റ് സ്ലൈഡിൽ അതിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി നമുക്ക് ആ മാപ്പ് സഹിതം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ ബഹ്റുൽ അഹ്മർ ആണ് ഗർബിൽ എന്ന് പറഞ്ഞു, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പിന്നീട് അൽ ഖലീജുൽ അറബിയാണ് ഷർഖിൽ, അത് ഈ ഭാഗത്ത് നമുക്ക് കാണാം. ബഹ്റുൽ അറബ് അല്ലദി ഇംതദ്ദ ഇലൽ ബഹർ അൽ ഹിന്ദ്, പിന്നീട് അൽ ഇറാഖ് വൽ ഉർദുൻ, ഈ പ്രദേശങ്ങൾ അഥവാ ബിലാദു ഷാം. ഇങ്ങനെ ഈ മാപ്പിൽ നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ അതിർത്തികൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ അൽ ഹാലത്തുൽ ഇജ്തിമാഇയ ഫി ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ലൈഡ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലൈഡ് എന്താണെന്ന് മനസ്സിലാക്കാം. അക്സാം ജസീറത്തുൽ അറബ്. ജസീറത്തുൽ അറബിനെ അതിൻ്റെ ഭൂപ്രകൃതിയെ മാനിച്ചുകൊണ്ട് പല കിസ്മുകളാക്കിയിട്ട്, പല തട്ടുകളിലാക്കിയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. തങ്കസിം അൽ ജസീറത്തുൽ അറബ് മിൻ ഹൈസു തനവ്വുഇഹ ഇല ഖംസത്തി അക്സാം, 5 വിഭാഗങ്ങളിലായിട്ടാണ് ഈ ഭൂമിയെ മാറ്റുന്നത്. ഒന്ന് തിഹാമ അൽ മിന്തഖത്ത് സാഹിലിയ ഖുർബൽ ബഹർ അൽ അഹ്മർ, ചെങ്കടലിൻ്റെ അടുത്തുള്ള തീരപ്രദേശത്തെയാണ് തിഹാമ എന്ന് പറയുന്നത്. വസാനി നജ്ദ് ആണ് അൽ ഹിലാബ് അൽ മുർത്തഫി അല്ലത്തി തുഷക്കിൽ ഖൽബൽ ജസീറ, ജസീറത്തുൽ അറബിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന അൽ ഹിലാബ് അൽ മുർത്തഫിയ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഒരു കുന്നിനെയാണ് നജ്ദ് എന്ന് പറയാം. ഖൽബൽ ജസീറയാണ് അതിൻ്റെ സ്ഥാനം അഥവാ ഹൃദയഭാഗം. അൽ ഹിജാസ് ആണ് ജിബാലുൻ തംതദ്ദു ഷർഖൈ തിഹാമ മിന ഷിമാൽ ഇൽ ജനൂബ്, തിഹാമയുടെ ഷർക്ക് ഭാഗത്ത് നീണ്ടു കിടക്കുന്ന പർവ്വതമാണ് ഹിജാസ് എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തേത്. 4 അൽ അറൂൽ ആണ് തസ്തമിൽ അൽ ബഹ്റൈൻ അൽ യമാമ, ഈ 2 പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തെയാണ് അറൂൽ എന്ന് പറയുന്നത്. 5-മത്തേത് യമൻ ആണ് അൽ മനാത്തിഖ് അൽ ജനൂബിയ യശ്മുൽ ഹളറമൗത്ത് മഹ്റ അഷഹർ, ആ ഭാഗങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു മനാത്തിഖിൽ അൽ ജനൂബിയെ അഥവാ ഈ ഏരിയയെ യമൻ എന്നും പറയുന്നു. ഇത് ഭൂമിശാസ്ത്രപരമായിട്ട് ഭാഗിച്ച, നമ്മൾ കേരളത്തെ വടക്കൻ കേരളം, തെക്കൻ കേരളം, മധ്യ കേരളം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ജസീറത്തുൽ അറബിനെ തിഹാമ, നജ്ദ്, ഹിജാസ്, അറൂദ്, യമൻ എന്നീ 5 ഭാഗങ്ങളായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നീട് അറബ് ജനത 3 കിസ്മുകളാണ്. അഖ്വാമുൽ അറബ് സലാസത്തു അഖ്സാം, 3 വിഭാഗം ജനതയാണ്.
അറബ് ജസീറത്തുൽ അറബിൽ നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരെ അങ്ങനെ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ചില വിഭാഗത്തെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ അവിടെ ജീവിച്ചിട്ടുണ്ട് എന്നർത്ഥം. അൽ അറബ് അൽ ബാഇദ, ഫസ്റ്റ് വൺ അൽ അറബ് അൽ ബാഇദ എന്നാണ് പറയാ. അൽ അറബ് അൽ ഖുദമ അല്ലദീന ഹലകു തമാമൻ, മുഴുവനായിട്ടും അവർ നശിച്ചു പോയ പൂർവികരായ അറബികളാണ്. മിസ്ല ആദ് വ സമൂദ്, സമൂദ് ആദ് ഗോത്രം പോലെയുള്ള ഇന്ന് അവരുടെ ഒരു കണ്ണികളും ഇല്ലാത്ത രൂപത്തിൽ മുഴുവനും ഹലക്കു തമാമൻ, മുഴുവനും നശിച്ചു പോയ ആ ഖുദമ ഉൽ അറബിനെയാണ്, പഴയകാല അറബികളെയാണ് അറബ് അൽ ബാഇദ എന്ന് പറയുന്നത്. വസാനി അൽ അറബ് അൽ ആരിബയാണ്. അൽ അറബ് അൽ ആരിബ എന്ന് പറയുമ്പോൾ ഷഅബു ഖഹ്താൻ, ഖഹ്താൻ സമൂഹത്തെയാണ് അൽ അറബ് അൽ ആരിബ എന്ന് പറയാ. മൗത്തിനുഹും അൽ അസുലി, അവരുടെ സ്വദേശം എന്ന് പറയുന്നത് യമനാണ്, അൽ യമൻ. അതിലാണ് ഖബീലത്ത് ജുർഹും യഅരിബ്, അഥവാ നമ്മൾ അറബി സാഹിത്യത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് യഅരിബ് ബിൻ ഖഹ്താനാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഖൗമിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് അൽ അറബ് അൽ ആരിബ എന്ന് പറയുന്നത്. ഖബീലത്ത് ജുർഹും എന്ന് പറഞ്ഞാൽ മക്കയിലെ ചരിത്രം നമുക്ക് അറിയാം. മക്കയിലെ സ്ഥിരതാമസമാക്കുന്ന ഏറ്റവും ആദ്യത്തെ കബീലയാണ് ജുർഹും ഗോത്രം എന്ന് പറയുന്നത്. അഥവാ നമുക്കറിയാം സംസം വെള്ളം അവിടെ ഉറവ പൊട്ടിയതിന് ശേഷം ജനവാസം വരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് ജനവാസം തുടങ്ങിയത് ജുർഹും ഗോത്രം അവിടേക്ക് വന്നത് മുതലാണ്. അപ്പം അതും വളരെ പ്രസക്തമാണ്. അവരൊക്കെ പെടുന്നത് ഈ അറബ് അൽ ആരിബയിലാണ്. വസാലിസ്, മൂന്നാമത്തത് അൽ അറബ് അൽ മുസ്തഅരിബയാണ്. അൽ അറബ് അൽ മുൻഹദിറ മിൻ സുൽബി ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വംശ പരമ്പര. അൽ മുൻഹദിറ എന്ന് പറഞ്ഞാൽ ഉതിർന്ന് വീണ എന്നർത്ഥം. അതിൽ നിന്നും പിറവി കൊണ്ടിട്ടുള്ള അറബികൾ, അവരെ അദ്നാനികൾ എന്നാണ് പറയാ, അൽ അറബ് അൽ അദ്നാനിയ. ഇങ്ങനെ 3 വിഭാഗം ജനങ്ങളാണ് ജസീറത്തുൽ അറബിലെ താമസിച്ചിരുന്ന ജനങ്ങൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ അൽ അറബ് അൽ ബാഇദ, സെക്കൻഡ് വൺ അൽ അറബ് അൽ ആരിബ, തേർഡ് വൺ അൽ അറബ് അൽ മുസ്തഅരിബ. അഹ്വാലു സിയാസിയ, അഥവാ അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥകൾ അല്ലെങ്കിൽ ഡൈനാസ്റ്റികൾ, പഴയകാല ഡൈനാസ്റ്റികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മംലക്കത്തുൽ ഹീറയാണ്. തഖ അൽ മംലക്ക ഖുർബ നഹ്റുൽ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നിലനിന്നിരുന്ന മംലക്ക ഡൈനാസ്റ്റിയാണ് മംലക്കത്തുൽ ഹീറ എന്ന് പറയുന്നത്. അത് സ്ഥാപിച്ചത് അസ്സസ മലിക് ഫർസ് ഫി അഹദി സാബൂർ അൽ അവൽ. ചരിത്രം വിശദമായിട്ട് പറയുമ്പോൾ സാബൂർ അൽ അവലിന്റെ കാലത്ത് മലിക് ഫർസ് ആണ് അവിടെ മംലക്ക അൽ ഹീറ എന്ന് പറയുന്ന ഡൈനാസ്റ്റി സ്ഥാപിച്ചത്. അതിന്റെ സ്ഥലം നമുക്കറിയാം, ഖുർബ നഹ്ർ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് അല്ലെങ്കിൽ അതിന്റെ അടുത്താണ്. മംലക്കത്തുൽ ഖസാസ്നയാണ് രണ്ടാമത്തെ ഡൈനാസ്റ്റി. ഖസാസ്ന എന്ന് പറഞ്ഞാൽ സുലാലത്തുൻ അറബി, അറബികൾ തന്നെയാണ് ഖസാസ്ന എന്ന് പറയുന്നത്. അസ്സസഹ റോം ഫി ഷാം, ഷാമിലാണ് അവരുടെ സ്ഥലം അല്ലെങ്കിൽ അവരുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ബഖിയത്ത് ഹാദിഹിൽ മംലക്ക ഹത്ത ഗസ്വത്ത് യർമൂക്ക് സന 13 ഹിജ്രിയ, ഹിജ്റ 13-ാം വർഷം, അഥവാ യർമൂക്ക് യുദ്ധം നടക്കുന്നത് സത്യത്തിൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ആ കാലഘട്ടം വരെ മംലക്കത്തുൽ ഖസാസ്ന ഡൈനാസ്റ്റി നിലനിന്നിരുന്നു എന്നാണ് ചരിത്ര സാക്ഷ്യം. അപ്പൊ ഇങ്ങനെ 2 വിഭാഗം ഡൈനാസ്റ്റികളാണ് ജസീറത്തുൽ അറബിൽ ആ കാലത്ത് ഉണ്ടായിരുന്നത്, അഥവാ അൽ അസ്ർ അൽ ജാഹിലിയ്യ. ഹാലത്തുൽ ഇത്തിമായിയയിലേക്ക് വരികയാണെങ്കിൽ, അൽ അറബ് ഫിൽ ജാഹിലിയ അല ഖിസ്മൈൻ, 2 വിഭാഗം ജനങ്ങൾ. ഒന്ന് സുക്കാനുൽ ബദവികൾ എന്ന് പറയുന്ന ഗ്രാമീണരായിട്ടുള്ള അറബികൾ. രണ്ടാമത്തെ സുക്കാനുൽ ഹദർ, നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ ടൗൺ പ്രദേശത്ത് താമസിച്ചിരുന്ന സുക്കാൻ അൽ ഹദർ എന്ന് പറയുന്ന വിഭാഗവും. ഇങ്ങനെ 2 വിഭാഗം ജനങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ പല ത്വബഖകൾ അറബികളിൽ ഉണ്ടായിരുന്നു, അഥവാ ജാതി വ്യവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ത്വബഖാത്ത് ഫിൽ അറബ്, ഒന്ന് ത്വബഖത്തുൽ ഹുക്കാം വൽ മുലൂക്ക്, രാജാക്കന്മാർ അതേപോലെ ഭരണാധികാരികൾ, ഇവരുടെ ഒരു ത്വബഖ നമുക്ക് കാണാം. ത്വബഖത്തു തുജാർ, കച്ചവടക്കാരായ കുറെ ആളുകളുള്ള ഒരു ത്വബഖ. ത്വബഖത്തുൽ അബീദ്, അടിമകളായ ആളുകൾ. ത്വബഖത്തുൽ ഫുഖറ, ഫക്കീറന്മാരായ ആളുകൾ.
ഇങ്ങനെ 4 ത്വബക്കയിലായിട്ട് 4 തട്ടുകളിലായിട്ട് നമുക്ക് പറയാം. 4 തട്ടുകൾ. അതിൽ ഒന്നാമത്തെ തട്ടിൽ ത്വബഖത്തുൽ ഹുക്കാം വൽ മുലൂക്കാണ്. രണ്ടാം സ്ഥാനത്ത് വരുന്ന തുജാറാണ്. 3-ൽ അബീദ്, 4 ഫുഖറ. ഈ രൂപത്തിൽ നമുക്കതിനെ മാറ്റിയാൽ ഇതാണ് അവരുടെ ഒരു സാമൂഹിക അവസ്ഥയിലെ തട്ടുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അയ്യാമുൽ അറബാണ്. അയ്യാമുൽ അറബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ കാലത്ത് നീണ്ട 30 വർഷം 40 വർഷങ്ങളിലായിട്ട് 2 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അയ്യാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൗമിൻ്റെ ആണ്. യൗമ് എന്ന് പറയുന്നത് അറബികളുടെ ദിവസം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹർബാണ്, യുദ്ധങ്ങളാണ്. ആ യുദ്ധം മറക്കാൻ പറ്റാത്ത ദിവസമായതുകൊണ്ടാകാം അതിനെ അയ്യാമുൽ അറബ് എന്ന് ആ യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ 2 യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്ന് ഹർബുൽ ബസൂസ് യുദ്ധമാണ്. ഈ ഹർബുൽ ബസൂസും അതേപോലെ രണ്ടാമത്തെ ഹർബ് ദാഹിസ് വൽ ഗബ്ര ഒക്കെ നമുക്ക് പല മുഅല്ലഖകളിലും കടന്നു വരുന്ന വിഷയം കൂടിയാണ്. അപ്പം അതിനെ ഈ രൂപത്തിൽ മനസ്സിലാക്കാനും ഒപ്പം തന്നെ അറബി സാമൂഹിക അവസ്ഥകളെയും അവരുടെ ചുറ്റുപാടുകളെയൊക്കെ മനസ്സിലാക്കുന്ന സമയത്തും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഹർബുൽ ബസൂസ് നടക്കുന്നത് ബൈന ബക്കർ വ തഗ്ലബ്, ബക്കറിൻ്റെയും തഗ്ലബിൻ്റെയും ഈ 2 ഗോത്രങ്ങൾ തമ്മിലാണ് ഈ യുദ്ധം നടക്കുന്നത്. ദാമത്ത് സലാസീന സന, 30 വർഷമാണ് യുദ്ധം നീണ്ടു നിന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കണം, 30 വർഷം യുദ്ധം ചെയ്യാണ്. അതിൻ്റെ കാരണം സബബുഹ അന്ന നാഖത്ത് വത്തിഅത്ത് ബീലത്ത് ഖുബ്ബറ എന്ന് പറയുന്ന പക്ഷിയുടെ, അത് ഒരു പക്ഷേ നൗമിൻ അൻവാ തുയൂർ, ഒരു തരം പക്ഷിയാണ്. ആ പക്ഷിയുടെ മുട്ട മറ്റൊരു കബീലയിലുള്ള ഒട്ടകം ചവിട്ടി എന്നുള്ള കാരണത്താൽ അവിടെ നടമാടിയ 30 വർഷം നീണ്ടു നിന്ന യുദ്ധമാണ് ഹർബുൽ ബസൂസ്. എന്നാൽ ഹർബ് ദാഹിസ് വൽ ഗബ്ര എന്ന് പറയുന്ന ഈ യുദ്ധം അബസ് ദുബിയാൻ, കബീലത്ത് അബസ് വ കബീലത്ത് ദുബിയാൻ, ഈ 2 ഗോത്രങ്ങൾ അബസ് ദുബിയാൻ ഗോത്രങ്ങൾ തമ്മിൽ നടന്ന യുദ്ധമാണ്. നേരത്തെ യുദ്ധം 30 വർഷമാണെങ്കിൽ ദാമത്ത് അർബഈന സന, ഈ യുദ്ധം നടന്നത് 40 വർഷമാണ്. 10 വർഷം കൂടെ അവർ കൂട്ടിക്കൊണ്ടാണ് ഈ യുദ്ധം ചെയ്തത്. സബബഹ, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അന്ന ഫർസൻ ഗലബത്ത് ഉഖ്റ ഫിൽ ജിറി, ഓട്ടത്തിൽ ഒരു കുതിര, ഒരു കബീലയുടെ കുതിര മറ്റേ കബീലയുടെ കുതിരയെ ഓവർടേക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിനെ മറികടന്നു എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് അവർ 40 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് അയ്യാമുൽ അറബ് എന്ന് പറയുന്നത്. അതും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അസ്വാഖുൽ അറബും അറബി സാഹിത്യ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ഇന്ന് നമുക്കൊരു സാഹിത്യ രചന കിട്ടുന്നത് പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ അച്ചടിക്കപ്പെട്ട പബ്ലിക്കേഷൻസ് മുഖേനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അസ്വാഖുൽ അറബ്, സൂഖ് എന്ന് പറയുന്നത് അന്ന് ഇവരുടെ സാഹിത്യ സൃഷ്ടികളൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടത് അങ്ങാടികൾ കൂടിയാണ്. അഥവാ അങ്ങാടികളിൽ തടിച്ചുകൂടുന്ന ജനങ്ങൾക്ക് മുമ്പിൽ സാഹിത്യകാരന്മാർ അവരുടെ സൃഷ്ടിയെ അവർ അവതരിപ്പിക്കുകയും കേൾക്കുന്ന ജനങ്ങൾ അതിനെ മനഃപ്പാഠമാക്കി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അന്ന് ഈ രേഖപ്പെടുത്താനുള്ള പേപ്പറുകളോ പേനയോ അങ്ങനെയൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഈ രൂപത്തിലായിരുന്നു ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അസ്വാഖുൽ അറബ് അറബി സാഹിത്യ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒന്നാമത്തെ സൂക്കാണ് വളരെ പ്രധാനപ്പെട്ട സൂക്ക് ഉക്കാൽ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സൂക്ക് ദിൽ മജാസാണ്. ഇനി നമ്മൾ മെയിൻ വിഷയത്തിലേക്ക് വരാം. ഇതുവരെ പറഞ്ഞത് എന്താണ് ജസീറത്തുൽ അറബ്, അവരുടെ സാമൂഹിക അവസ്ഥ, അവരുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വേർതിരിവ്, അതേപോലെ അവരുടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏരിയ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇനി ജാഹിലിയ കാലഘട്ടത്തിലെ സാഹിത്യത്തിലേക്ക് വരികയാണെങ്കിൽ കലിമത്തുൽ ജാഹിലി, എന്താണ് ജാഹിലി എന്ന് പറഞ്ഞാൽ? ലൈസത്ത് മുസ്തഖത്തം മിനൽ ജഹൽ, ഇത് ജഹൽ എന്ന പദത്തിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ടതല്ല. ഏത് ജഹൽ? അല്ലദീ ഹുവ ളിദ്ദുൽ ഇൽം. നമ്മൾ സാധാരണ ഇൽമ് എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ജഹലാണ് നമ്മൾ പറയാം. ആലിം, ജാഹിൽ എന്ന് പറയും. പണ്ഡിതനും അല്ലെങ്കിൽ അറിവില്ലാത്തവനെ നമ്മൾ ജാഹിൽ എന്ന് പറയും. ആ ഒരു ഉദ്ദേശത്തിലുള്ള ആ ഒരു അർത്ഥം വരുന്ന ജഹലിൽ നിന്ന് പിടിച്ചെടുത്തതല്ല, വന്നിട്ടുള്ള പദമല്ല കലിമത്തുൽ ജാഹിലി. മറിച്ച് ഇന്നമാ ഹിയ മുസ്തഖത്തും മിനൽ ജഹൽ ബിമാന അസ്സഹഫ് വൽ ഗളബ്.
സഫഹ് അല്ലെങ്കിൽ പിന്നെ ഗളബ് ദേഷ്യം അല്ലെങ്കിൽ ക്രോധം എന്നൊക്കെ പറയുന്ന ജഹലുണ്ട്. ആ ജഹലിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ട പദമാണ് ജാഹിലി എന്ന് പറയുന്നത്. അഥവാ നമ്മൾ പറയുന്നത് ജാഹിലി എന്നതുകൊണ്ട് അവർക്ക് അറിവില്ല, വിജ്ഞാനമില്ല എന്നല്ല, മറിച്ച് അവർക്ക് കൂടുതൽ ദേഷ്യം, കൂടുതൽ ക്രോധം, പെട്ടെന്ന് പ്രതികരിക്കുക, എന്തിനേയും പ്രതികാര ബുദ്ധിയോടുകൂടെ കാണുക, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിനെ ക്ഷമയോടെ സമീപിക്കാതെ പ്രതികാരം ചെയ്യുക. അതുകൊണ്ടൊക്കെയാണ് 40-30 വർഷം കാലം യുദ്ധങ്ങൾ നടന്നത്. ആ ഒരു അർത്ഥത്തിലുള്ള കലിമത്താണ് ജാഹിലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലത്തെ ജനങ്ങൾ എങ്ങനെയാണ്, അവരുടെ കൾച്ചർ, അവരുടെ സ്വഭാവം എന്നൊക്കെ നമുക്ക് ഈ ഒരു പദത്തിന്റെ അർത്ഥങ്ങളിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് കലിമത്തുൽ ഇസ്ലാമാണ്. കാരണം ജാഹിലി മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമും കൂടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ കലിമത്തുൽ ഇസ്ലാം കൊടുക്കാൻ കാരണം. തുഖാബിൽ കലിമത്ത് അൽ ജാഹിലി അല്ലത്തി തദുല്ലു അലൽ ഖുദൂഇ ലില്ലാഹി വ ത്വാഅതിഹി. അപ്പോൾ കൂടുതൽ ജാഹിലി എന്താണെന്ന് കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുഖാബിൽ കലിമത്ത് അൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ ആ ഒരു പദത്തിന്റെ നേരെ വിപരീതമായിട്ടാണ്, അതിന്റെ നേരെ തുഖാബിലായിട്ടാണ്. അല്ലത്തി തദുല്ലു അലൽ ഖുദൂഇ ലില്ലാഹി വ ത്വാഅതിഹി, അള്ളാഹുവിന്റെ ത്വാഅത്തിൽ, അതിനോട് വഴിപ്പെടുക എന്ന അർത്ഥം വരുന്ന ഒരു പദമാണ് കലിമത്തുൽ ഇസ്ലാം. അതിന്റെ നേർ വിപരീതമാണ് ജാഹിലി എന്ന് പറയുന്നത്. ഇനി ജാഹിലിയ കാലഘട്ടത്തിന് മുമ്പ് കാലമുണ്ടാകില്ലേ എന്നൊരു സംശയം പലർക്കും വരാം, കൂടുതൽ ചിന്തിക്കുന്നവർക്ക് വരാം. അതിന് ഇവിടെ ഒരു മറുപടിയായിട്ട് കൊടുക്കുന്നത് അൽ അസ്റുൽ ജാഹിലി അൽ അവൽ എന്നാണ്. യുസമ്മ ഖബ്ല ഹാദൽ അസ്ർ, അഥവാ അസ്റുൽ ജാഹിലിക്ക് മുമ്പേ ഒന്നാം ജാഹിലി കാലഘട്ടം എന്നാണ് അതിനെ പറയപ്പെടുക. അതിനു മുമ്പ് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ അർത്ഥമില്ല. കാരണം അതിനെത്ര മുമ്പായാലും ഇവിടെ ചരിത്രകാരന്മാർ പറയുന്നത് അതിനെ നമുക്ക് അസ്റുൽ ജാഹിലി അൽ അവൽ, ഒന്നാം ജാഹിലി കാലഘട്ടം എന്നും ഈ കാലഘട്ടത്തെ ജാഹിലി കാലഘട്ടം എന്നും നിരുപാധികം പറയാമെന്നാണ് ചരിത്രകാരന്മാരുടെ പക്ഷം. അടുത്ത നമുക്ക് അക്സാം അൽ അദബ് അൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ സാഹിത്യത്തിലേക്ക് വരികയാണെങ്കിൽ 2 വിഭാഗം സാഹിത്യങ്ങളാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഗദ്യവും പദ്യവും എന്ന് പറയാം. അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്നതും പ്രചാരം ഉണ്ടായിരുന്നതും പദ്യത്തിനായിരുന്നു, അഥവാ ഷിഅറിനായിരുന്നു. ഗദ്യസാഹിത്യം പദ്യസാഹിത്യം പോലെ വളർന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി, ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് ഷിഅർ? ഹുവൽ ഉസ്ലൂബ് അല്ലദി യുസവ്വിറു ബിഹ ഷാഇർ അഹാസീസഹു വ അവാതിഫഹു മുഅ്തമിദൻ അലാ മൂസീഖി അൽ കലിമാത്ത് വ വസ്നിഹ വൽ ഖയാൽ വൽ ആതിഫ. ഇതാണ് ഷിഅർ എന്ന് പറയുന്നത്. അഥവാ ഹുവൽ ഉസ്ലൂബ്, അതൊരു ശൈലിയിലുള്ള എഴുത്തുകളാണ്. അല്ലദി യുസവ്വിറു ബിഹ ഷാഇർ, ഷാഇർ അഥവാ ഒരു പോയറ്റ്, ഒരു കവി ചിത്രീകരിക്കുന്ന ഒരു ശൈലിയാണ് ഷിഅർ എന്ന് പറയുക. അദ്ദേഹം ചിത്രീകരിക്കുന്ന അഹാസീസഹു, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, വ അവാതിഫഹു, അദ്ദേഹത്തിന്റെ ആതിഫകൾ, അഭിരുചികൾ, ഇതൊക്കെ അദ്ദേഹം ചിത്രീകരിക്കുന്ന ഒരു ശൈലിയാണ് ഷിഅർ എന്ന് പറയുക. മുഅ്തമിദൻ അലാ മൂസീഖി അൽ കലിമാത്ത്, അത് മ്യൂസിക്കൽ കലിമത്തുകളെ അവലംബിച്ചുകൊണ്ടായിരിക്കും. വ വസ്നിഹ, അതിന് വസ്ൻ ഉണ്ടാകും. വൽ ഖയാൽ, ഭാവന ഉണ്ടാകും. വൽ ആതിഫ, അതിനൊരു അഭിരുചി ഉണ്ടാകും. അപ്പോൾ വസ്ന്, ഖയാല്, ആതിഫ, ഈ 3 ഘടകങ്ങൾ ചേർന്നിട്ടുള്ള ഒരു മ്യൂസിക്കൽ കലിമത്തുകളെ, വേർഡുകളെയാണ് ശരിക്ക് പറഞ്ഞാൽ ഷിഅർ എന്ന് പറയാം. അത് ഒരു കവി, അദ്ദേഹത്തിന് എത്രമാത്രം അഹാസീസുകൾ ഉണ്ടോ, എത്രമാത്രം അവാതിഫ് ഉണ്ടോ, അതിനനുസരിച്ച് അദ്ദേഹം മികച്ചു നിൽക്കും. അപ്പോൾ ഓരോ കവിയും അവരുടെ അനുഭവങ്ങളും അവരുടെ ഇഹ്സാസുകളും കലിമത്തുകളുടെ സഹായത്തോടെ, അതിൻ്റെ വസ്നോടുകൂടെ, ഖയാലോടുകൂടെ, ആതിഫയോടെ ചിത്രീകരിക്കുന്ന ഉസ്ലൂബിനെയാണ്, ശൈലിയാണ് ഷിഅർ എന്ന് പറയുന്നത്. എന്നാൽ നസ്ർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഹുവൽ ഉസ്ലൂബ് അല്ലദി യുസവ്വിറു ബിഹിൽ അദീബ് അഫ്കാറഹു, അദ്ദേഹത്തിന്റെ ചിന്തകൾ, വ മആനിഹി, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, ഗൈറ മുഅ്തമിദ് അലാ വസ്നിൻ ഔ ഖാഫിയ, വസ്നോ ഖാഫിയകളോ ഇല്ലാതെ, അതിനെ അവലംബിക്കാതെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുക, അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ. അപ്പൊ അദ്ദേഹത്തെ ശരിക്കും അദീബ് എന്നാ പറയാ. അങ്ങനെ ചിത്രീകരിക്കുന്ന ഉസ്ലൂബിനെയാണ് നസ്ർ എന്ന് പറയുക.
ഇത് രണ്ടുമാണ് അഖ്സാം അൽ അദബ് അൽ ജാഹിലി. ഇതിനെ നമുക്ക് അദബുൽ ജാഹിലിയെ കുറിച്ച് കൂടുതൽ വൈഡായിട്ടൊരു മക്കാലയാണ് പറയുന്നതെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്താക്കാം, അതിൽ ഉൾപ്പെടുത്താം. ഇനി ഷെയറുൽ ജാഹിലിയെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ ആണ്. അശ്ശഅർ ഫി ഹാദൽ അസ്ർ അക്തർ ഇന്തിശാറ മിനൻ നസർ. നസറിനേക്കാളും പ്രചാരമുണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിൽ ഷെയറിന് ആയിരുന്നു. അശ്ശഅർ ഫി ഹാദൽ അസ്ർ അക്തർ ഇന്തിശാറൻ. ഇന്തിശാറ എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക, പ്രചാരം നേടുക. മിനൻ നസർ, നസറിനേക്കാളും കൂടുതൽ പ്രചാരം ലഭിച്ചത് ഈ കാലഘട്ടത്തിൽ ഷെയറിനായിരുന്നു. അതാണ് ഷെയർ എന്ന് പറയുന്നത്. കാന ഷെയർ അൽ ജാഹിലി ഷെയറൻ ഷഫാഹിയൻ. ഷഫാഹി എന്ന് പറഞ്ഞാൽ വായയിൽ കൂടെ പാടിപ്പോയ ഷെയറായിരുന്നു ഷെയറുൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഷെയർ എന്ന് പറഞ്ഞാൽ എഴുതി പബ്ലിഷ് ചെയ്തതല്ല, മറിച്ച് അതിൻ്റെ കവി ആ ബൈത്തുകൾ ആ ഷെയറിനെ പാടും, എന്നിട്ട് അത് മറ്റുള്ള ആളുകൾ ഏറ്റുപാടും. ഇങ്ങനെ ഷഫാഹിയൻ, പാടൽ കൂടെ അല്ലെങ്കിൽ നാവിൽ കൂടെ ഇങ്ങനെ പാടി പറഞ്ഞു പോയ കവിതയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാനലഹും ഖുദ്റത്തുൻ ആലിയത്തുൻ അലൽ ഹിഫ്ള്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് കാനലഹും ഖുദ്റത്തുൻ ആലിയ, ഉയർന്ന കഴിവുണ്ടായിരുന്നു, അലൽ ഹിഫ്ള്, ബൈഹാട്ടാക്കാൻ, മനപ്പാടമാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ കവിമാർ ഓരോ അങ്ങാടിയിൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഏരിയകളിൽ, സീറ്റുകളിൽ വന്നിട്ട് പാടുന്ന കവിതകൾ, ആ കവിതകൾ കേട്ട് നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ബൈഹാട്ടാക്കുമായിരുന്നു. അതിനുള്ള കഴിവ് കാനലഹും ഖുദ്റത്തുൻ ആലിയത്തുൻ അലൽ ഹിഫ്ള്. കാന ഷിഅർ ഗിദാഉ ഹയാത്തിൽ അറബ്. അറബ് ജീവിതത്തിന്റെ ഗിദ ആയിരുന്നു, ഭക്ഷണമായിരുന്നു കവിത എന്ന് പറഞ്ഞാൽ. കാരണം അറബികൾക്ക് വായു പോലെ, വെള്ളം പോലെ അത്യാവശ്യമായിട്ടുള്ള ഒന്നായിരുന്നു കവിത എന്ന് പറയുന്നത്. അതാണ് കവിതയുടെ പ്രസക്തി. അന്ന ഷാഇരിയ കാനത്ത് ഫിത്റത്തല്ലഹും. ആ കാലഘട്ടത്തിൽ ഷാഇരിയത്ത് എന്ന് പറയുന്നത് അഥവാ കവിത്വം എന്ന് പറയുന്ന അദ്ദേഹത്തിന് അവർക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു കഴിവാണ്. ഫിത്റത്ത് എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധം. അഥവാ നമ്മൾ മറ്റുള്ളത് പഠിച്ചെടുക്കുന്ന കഴിവ് പോലെയല്ല കവിത എന്ന് പറയുന്ന, അല്ലെങ്കിൽ കവിത്വം എന്ന് പറയുന്ന ഒരു കഴിവ്. അത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അഥവാ ജന്മസിദ്ധമായിട്ട് തന്നെ, അഥവാ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല എന്നർത്ഥം. ആ രൂപത്തിലായിരുന്നു ആ കാലഘട്ടത്തിലുള്ള കവിത്വം അല്ലെങ്കിൽ കവിമാരുടെ കഴിവ് എന്ന് പറയുന്നത്. അത്വബിഅ. നെക്സ്റ്റ് പോയിന്റ്, അത്വബിഅ, പ്രകൃതി. കിതാബൻ മഫ്തൂഹൻ, തുറന്ന പുസ്തകമായിരുന്നു. അമാമ ബസർ അഷാഇർ അൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ കവിയുടെ കണ്ണിന്റെ മുമ്പിൽ തുറന്നു വെച്ച ഒരു പുസ്തകമായിരുന്നു പ്രകൃതി. അപ്പോ അവര് പ്രകൃതിയെ നോക്കിക്കൊണ്ടാണ് അവർ കവിത ചൊല്ലിയത്. അതിൽ കൂടെ പല പല പ്രശസ്തമായ കവിതകളും ഉരുത്തിരിഞ്ഞു വന്നു. അപ്പോൾ പ്രകൃതി എന്നുള്ളത് ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. വസല ഇലൈന അഷ്ആറഹും, അവരുടെ കവിത നമ്മളിലേക്ക് എത്തിയത് അൻ ത്വരീഖ് റുവാത്ത്, റാവിമാരുടെ കൈകളിലൂടെയാണ്. അഥവാ ഈ പാടുന്ന കവിതകൾ റാവിമാര് ഒരുപക്ഷെ ബൈഹാട്ടാക്കും, ഇനി അല്ലെങ്കിൽ അതിനെ എവിടെയെങ്കിലും എഴുതി വെക്കും. അങ്ങനെ റാവിമാർ മുഖേനയാണ് അവരുടെ കവിതകൾ നമ്മളിലേക്ക് എത്തിയത്. അല്ലദീന ഹഫിദു മിന ശുഅറ, ഷാഇരിങ്ങളിൽ നിന്നും മനപ്പാടമാക്കിയ റാവിമാർ മുഖേനയാണ് അവരുടെ കവിതകൾ നമ്മിലേക്ക് എത്തിയിട്ടുള്ളത്. യഹ്ഫദു റാവി, റാവി ആ പാടുന്ന കവിതയെ മനപ്പാടമാക്കും. വയുദീഉഹ അലന്നാസ്, എന്നിട്ട് ജനങ്ങളുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അതിനെ പ്രചരിപ്പിക്കും. ഹത്ത ജാഅ അസ്റു തദ്വീൻ, ക്രോഡീകരണ കാലം വരുന്നത് വരെ. അഥവാ ക്രോഡീകരണ കാലം എന്ന് പറയുന്നത് ഫിൽ അമവി, അമവി കാലഘട്ടം, വൽ അബ്ബാസി. അമവി കാലഘട്ടത്തിലാണ് അതിൻ്റെ തുടക്കം, അബ്ബാസിയിലാണ് അത് കൂടുതൽ വ്യാപിച്ചത്. അഥവാ ഓരോ സൃഷ്ടികളും പബ്ലിഷ് ചെയ്യുക, പുസ്തക രൂപത്തിലേക്ക് ആക്കുക. ആ കാലഘട്ടത്തെയാണ് അസ്റു തദ്വീൻ, ക്രോഡീകരണ കാലം എന്ന് പറയുന്നത്. അതിൻ്റെ തുടക്കം അമവി കാലമാണ്. പ്രചാരം നേടിയത് അല്ലെങ്കിൽ കൂടുതൽ ആ ഒരു സിസ്റ്റം വ്യാപിച്ചത് അബ്ബാസി കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടം വരെ ഈ സൃഷ്ടികളൊക്കെ അല്ലെങ്കിൽ കവിത പോലെയുള്ള ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇവർ ജനങ്ങളിലേക്ക് എത്തിച്ചത് റാവിമാരിലൂടെ. മനപ്പാടമാക്കിയ ആളുകൾ അടുത്ത ആളുകൾക്ക് പാടിക്കൊടുത്ത് അവരും മനപ്പാടമാക്കി, അങ്ങനെയുള്ള ഒരു കൈമാറ്റം ചെയ്യുന്ന സംവിധാനമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഷിഅറുൽ ജാഹിലിയെ കുറിച്ച്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ.
അപ്പൊ ഇതിൽ നിന്ന് അതിന്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നശ്അത്തു ഷെയറുൽ ജാഹിലി, ഇതിന്റെ തുടക്കം എന്നാണ്? എപ്പോഴാണ് ജാഹിലിയ കാലഘട്ടത്തിൽ കവിത തുടങ്ങുന്നത് എന്നുള്ള ഒരു ചോദ്യം. ബിദായത്തുഹ ഗൈറു മാറൂഫ, സത്യത്തിൽ അതിന്റെ തുടക്കം ഗൈറു മാറൂഫ, നമുക്കറിയില്ല. ഗൈറു മാറൂഫത്താണ്, അറിയപ്പെടാത്തതാണ്. ലാ നഅരിഫ് ഷിഅറൻ അറബിയൻ ബിദിഖ, നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ലാ നഅരിഫ് ഷിഅറൻ അറബിയൻ ബിദിഖത്തിൻ, ഒരു അറബിക് കവിത നമുക്കറിയില്ല. ഇല്ല ഖബലൽ ഇസ്ലാം ബി ഖർനിൻ വ നിസ്ഫ് ഇസ്ലാമിന്റെ 1.5 നൂറ്റാണ്ടിന്റെ മുമ്പല്ലാതെ ഒരു കവിത വന്നതായിട്ട് നമുക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധ്യമല്ല. കാനത്ത് റിഹ്ലത്തുഹു, കവിതയുടെ സഞ്ചാരം എന്ന് പറയുന്നത് മക്തുആത്തുൻ കസീറ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിരുന്നു ആദ്യം. അല്ലെങ്കിൽ അബയാത്ത് ഖലീല, ചെറിയ ചെറിയ ബൈത്തുകളായിരുന്നു, കുറഞ്ഞ ബൈത്തുകളായിരുന്നു. യഖൂലുഹ ഷായിർ ഫി മുനാസിബാത്തിൻ ത്വാരിയ, പ്രത്യേക സാഹചര്യങ്ങളിൽ കവിമാർ പാടുന്ന അല്ലെങ്കിൽ പറയുന്ന ചെറിയ ചെറിയ തുണ്ടം കവിതകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മക്തുവാത്തുകളായിരുന്നു കവിതയുടെ തുടക്കം, അതിൻ്റെ യാത്ര എന്ന് പറയുന്നത്. അന്ന റജിസ് എന്ന് പറയുന്ന അഥവാ മുസ്തഫ്ഇലുൻ എന്ന് പറയുന്ന ഒരു വസ്ന് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആ റജിസ് ആണ് അഖ്ദമ ഔസാൻ ഷിഅർ അൽ അറബി, അറബി കവിതയിലെ ഏറ്റവും പഴയ വസ്ന് എന്ന് പറയുന്നത്. കാരണം ഈ വസ്ന് ആണോ കവിതയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ കവിതയാണ്. അപ്പം റജിസ് എന്ന് പറയുന്ന വസ്നാണ് ആദ്യം ഉണ്ടായത് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റജിസിലാണ് ആദ്യത്തെ കവിത വന്നത് എന്നാണ്. മുർത്തബിത്തൻ ബിവഖി അഹ്ഫാഖ് അൽ ഇബിൽ ഫി അസ്നാഇ സൈരിഹ ഫി സഹ്റ, മരുഭൂമിയിൽ കൂടെ ഒരൊട്ടകത്തിന്റെ സഞ്ചാരം, ആ സമയത്ത് ഒട്ടകം എടുത്തു വെക്കുന്ന സ്റ്റെപ്പുകളുണ്ട്. അഥവാ നമ്മൾ ഒട്ടകം സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുതിര ഓടുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദം, ആ കുളമ്പടിയുടെ ശബ്ദമുണ്ട്. അഹ്ഫാഖ് ലിബിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ കുളമ്പടി, അത് സംഭവിച്ച ആ ഒരു താളത്തിനനുസരിച്ചാണ് റജിസ്. അപ്പം മുസ്തഫ്ഇലുൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വസനിൽ കൂടെ ആ കുളമ്പടിയാണ് ആദ്യം വന്നിട്ടുള്ളത്. ആ കുളമ്പടിക്കനുസരിച്ചാണ് കവിതകൾ ചൊല്ലിയത് എന്നാണ് പറയപ്പെടുന്നത്. യുഖാൽ ഇന്നൽ ഖസീദത്ത് ത്വവീല വഹറത്ത് ഇന്ദ ഷാഇർ അൽ മുഹൽഹൽ ഇബ്ൻ റബിയ, മുഹൽഹൽ ഇബ്ൻ റബിയയാണ് ആദ്യത്തെ നീണ്ട ഖസീദ കവിത ഉണ്ടാക്കിയത് അല്ലെങ്കിൽ രചിച്ചത് എന്ന് പറയപ്പെടുന്നു. വ മുആസിരിഹി മിൻ ശുഅറാഇ ഹർബിൽ ബസൂസ്, നേരത്തെ നമ്മൾ പറഞ്ഞ ബക്കർ താലബ് തമ്മിൽ 30 വർഷം നീണ്ടു നിന്ന ആ ഒരു യുദ്ധം, ആ യുദ്ധത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഹർബുൽ ബസൂസിൽപ്പെട്ട ഷാഇരിങ്ങളുടെ കാലഘട്ടത്തിലും അതേപോലെ പ്രത്യേകിച്ച് മുഹൽഹൽ ബിൻ റബിയയുമാണ് ആദ്യമായിട്ട് വലിയ ഒരു നീണ്ട ഖസീദ രചിച്ചത് എന്ന് പറയപ്പെടുന്നു. യുഖാൽ, മറ്റൊരു വാക്ക്, ഇന്ന മുളറബിന് നിസാർ ആണ് അവ്വലു മൻ ഖാല ഷിഅർ ബൈനൽ അറബ്, അറബികൾക്കിടയിൽ ആദ്യമായിട്ട് കവിത ചൊല്ലിയ ആള് എന്ന് പറയുന്നത് മുളറബിന് നിസാറാണ്. അപ്പൊ ഇത്രയും പോയിന്റിൽ നിന്നും നശ്അത്തു ഷിഅറുൽ ജാഹിലിയുടെ ഏകദേശ രൂപം നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്താക്കാം, നേരത്തെ നമ്മൾ ഷിഅർ എന്താണ്, ജാഹിലി എന്താണ്, ജാഹിലി അദബ് എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താക്കാം, ഈ മെയിൻ പോയിന്റായ നശ്അത്തു ഷിഅറുൽ ജാഹിലിയിൽ ഈ മുഴുവൻ വിഷയങ്ങളും എഴുതിക്കൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് എഴുതാൻ സാധിക്കും. ഇനി എന്താണ് ഖസീദ? നിലാം അൽ ഖസീദത്തുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ ഖസീദയുടെ സിസ്റ്റം, അതിന്റെ സ്ട്രക്ചർ എന്താണ് എന്നാണ് അടുത്ത ഒരു സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. തതകവൻ മിൻ 25 ഇല 100 ബൈറ്റ്സ്, 25 മുതൽ 100 ബൈത്തുകൾ അടങ്ങിയ ഒരു കവിതയാണ് ഖസീദ എന്ന് പറയുന്നത്. ഖസീദ തതകവൻ മിൻ 25 ഇല 100 ബൈറ്റ്സ്, 25 മുതൽ 100 ബൈത്ത് വരെ ഉണ്ടെങ്കിൽ അതിനെ ഖസീദ എന്ന് പറയും. തസീറു അല നിംതിൻ വാഹിദിൻ തഖരീബൻ, ഒരേ സ്റ്റൈലിലായിരിക്കും അത് മുഴുവനും, മിക്കവാറും ആ ഖസീദ മുഴുവൻ ഉണ്ടാവുക. തസീറു അൽ ഖസീദ സഞ്ചരിക്കുക, അല നിംതിൻ വാഹിദിൻ ഒറ്റ സ്റ്റൈലിലാണ്, തഖരീബൻ ഏകദേശം. യബ്തദു ഷാഇർ തുടങ്ങും, ആരംഭിക്കും, അൽ ഖസീദ ഖസീദ ആരംഭിക്കുക ബിൻ നസീബ് ബിൽ മർഅ,
അതിനെയാണ് ഗസല് എന്ന് പറയുക. സ്ത്രീകളുമായിട്ടുള്ള ഒരു നസീബ്, ഒരു ശൃംഗാരം കൊണ്ട് ആ ഖസീദ തുടങ്ങും. എന്നിട്ട് വവസ്ഫി ജമാലിഹ, അവളുടെ ഭംഗിയെ ഒന്ന് വിശേഷിപ്പിക്കും. വദിക്രി അതുലാലിഹ, അവൾ താമസിച്ച വീടിന്റെ അവശിഷ്ടങ്ങളെ ഓർക്കും. സുമ്മ യസിഫു ഫർസഹു, എന്നിട്ട് തൻ്റെ മൃഗമായിട്ടുള്ള കുതിരയെ അല്ലെങ്കിൽ ഔനാഖത്തഹു, ഒട്ടകത്തെ വിശേഷിപ്പിക്കും. സുമ്മ യന്തഖിൽ ഇലാ ഗർലിഹി അർ റഈസി, അതിനുശേഷം എന്താക്കുന്നു, അവര് പ്രധാനപ്പെട്ട ഗർല് ഏതാണോ ആ ഗർലിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. അപ്പൊ ശരിക്ക് ഈ ഖസീദയുടെ അഗ്റാദ്, ഗർല് ഏതാന്ന് ചോദിച്ചാൽ ഗസലാണോ വസ്ഫാണോ ഇനി എല്ലാ വേറെ ഏതെങ്കിലും ആണോ എന്ന് പറയുന്നത് ആദ്യത്തെ വസ്ഫ് കണ്ടിട്ടോ അതിൻ്റെ ഗസൽ കണ്ടിട്ടോ അല്ല, മറിച്ച് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം യന്തഖിൽ ഇലാ ഗർദിഹി അർ റഈസി, മെയിൻ ആയിട്ട് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, അപ്പൊ അതിനു മുമ്പൊക്കെ ഈ അവസ്ഥകളൊക്കെ ഈ ഖസീദകൾക്ക് ഉണ്ടാകും. മവാദിയൻ നസീബ്, ഈ നേരത്തെ പറഞ്ഞു നസീബ് ബിൽ മറഅ, അതിന്റെ വിഷയങ്ങൾ എന്താണ് ഈ ശൃംഗാരത്തിൽ അവർ ഉപയോഗിക്കുക. അൽ വുഖൂഫു അലൽ അത്ലാൽ ആസാർ മഹ്ബൂബിഹി, തൻ്റെ പ്രണയിനിയായ ഏതെങ്കിലും ഒരു സ്ത്രീ താമസിച്ച ആ വീടിന്റെ അതുലാൽ അവശിഷ്ടങ്ങളെ അതിൻ്റെ അടുക്കൽ പോയി നിൽക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ വിശേഷണങ്ങൾ, അതിൻ്റെ നല്ല കാലങ്ങൾ അല്ലെങ്കിൽ ദുഃഖകരമായ സന്ദർഭങ്ങൾ അതിനെയൊക്കെ ഓർത്തെടുത്തുകൊണ്ട് മഹബൂബിനെയാണ് പ്രധാനമായിട്ടും അവിടെ പരാമർശിക്കുന്നത്. ലഈന, ലഈന എന്ന് പറഞ്ഞാൽ അൽ മർഅത്തു റാഹില, സഞ്ചരിക്കുന്ന സ്ത്രീ, ഒരു സ്ത്രീയുടെ നടപ്പ്, സ്ത്രീയുടെ സഞ്ചാരം, അവരുടെ ശരീര ആകൃതി, ഇതിനൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മവാലി നസീബുകളാണ് ഇവര് നടത്താറുള്ളത്. അപ്പൊ നസീബിന്റെ വിഷയങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. അൽ വുഖൂഫ് അലൽ അത്ലാൽ, രണ്ടാമത്തെ അൽ ലഈന അഥവാ ഐ അൽ മർഅ അർ റാഹില. മറ്റൊരു വാക്ക് തന്നെ അശ്ശഅർ ദീവാനുൽ അറബ്, അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ലിമാദ, എന്തുകൊണ്ടാണ് അറബികളുടെ ദീവാനാണ് ഷെഅർ എന്ന് പറയാൻ കാരണം. ദീവാൻ എന്ന് പറഞ്ഞാൽ സമാഹാരം അല്ലെങ്കിൽ ലെഡ്ജർ, രജിസ്റ്റർ എന്നൊക്കെ ഇതിന് പറയാം. അറബികളുടെ ദീവാനാണ് ഷെഅർ, അതെങ്ങനെയാണ് ആവുന്നത്? അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ നിങ്ങളോട് ചോദ്യം വന്നാൽ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും. വഹിയ വസീഖ താരീഖിയ ബിമാ യഖുസ്സു അഹ്വാൽ അൽ ജസീറ വ അഹ്വാൽ അൽ അറബ് അൽ ഇജ്തിമാഇയ. കവിത എന്ന് പറയുന്നത് വഹിയ, കവിത എന്ന് പറയുന്നത് വസീഖത്തുൻ താരീഖിയ, ചരിത്രപരമായ രേഖയാണ്. ബിമാ യഖുസ്സു അഹ്വാൽ അൽ ജസീറ, ജസീറത്തിന്റെ അഥവാ ജസീറത്തുൽ അറബിന്റെ അവസ്ഥകളെ പ്രത്യേകമായിട്ടും സൂക്ഷിക്കുന്ന, പരാമർശിക്കുന്ന വസീഖ താരീഖിയാണ് ഷെഅർ എന്ന് പറയുന്നത്. വഅഹ്വാലുൽ അറബ് അൽ ഇജ്തിമാഇയ, അറബി സാമൂഹിക അവസ്ഥകളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഷെഅറിലേക്ക് പോയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷെഅർ വസീഖത്തുൻ താരീഖിയ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഷെഅർ ദീവാനുൽ അറബ് എന്ന് നമുക്ക് അവസാനം പറയാനും പറ്റും. ഷെഅറുഹും, അവരുടെ കവിതകൾ ഇഷാറാത്തുൻ ഇലാ ഷിആരിഹിം അദ്ദീനിയ, മതപരമായ ചിഹ്നങ്ങളുടെ മേലുള്ള സൂചനകളാണ് അവരുടെ കവിതകൾ. അവര് മതവിശ്വാസം എന്തായിരുന്നു, ആരാധനാ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് അതിൻ്റെ ഒരു വിവരണം ലഭിക്കുന്നത് ഫീ ഷഅരിഹിം, അവരുടെ ഷെഅറിൽ നിന്നാണ്. മിൻ ഷഅരിഹിം വത്തിസാലിഹിം അദ്ദാഖിലിയ, അതേപോലെ തന്നെ അവരുടെ ആഭ്യന്തര ബന്ധങ്ങൾ, വൽ ഖാരിജിയ, എന്താ പറയുക, ഖാരിജിയായിട്ടുള്ള പുറം ലോകവുമായിട്ടുള്ള ബന്ധങ്ങൾ, അവരുടെ ആഭ്യന്തര ബന്ധങ്ങൾ, ഇതൊക്കെയും അതേപോലെ മതപരമായ അടയാളങ്ങൾ, ആരാധനകൾ, ഇതിലേക്കൊക്കെയുള്ള സൂചനകൾ നമുക്ക് നൽകുന്നത് ഷെഅറുഹും, അവരുടെ കവിതകളാണ്. അതുകൊണ്ട് എന്ത് പറയാം, അവസാനം നമ്മൾ ഏതിലേക്ക് കണക്ട് ചെയ്യണം, അശ്ശഅർ ദീവാനുൽ അറബ്. والشعراء كانوا من أحسن الطبقات الاجتماعية عقلا وأرقها شعورا, അഥവാ വശുഅറ, ഈ കാലഘട്ടത്തിലെ കവിമാർ കാനു മിൻ അഹ്സനി തബഖാത്ത് അൽ ഇജ്തിമാഇയ, സാമൂഹികമായിട്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത്, തബക്കയിലായിരുന്നു അവർ, നല്ല തബക്കയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അഖ്ലൻ, ബുദ്ധിപരമായിട്ടും, വ അറഖിഹ ശുഊറൻ, ഏറ്റവും വിവേകം കാരണത്താൽ അല്ലെങ്കിൽ ഷുഊർ കാരണത്താൽ ഏറ്റവും ഉന്നതമായ നിലയിൽ, അഥവാ കാരണം സമൂഹത്തിൽ വലിയ വില കൽപ്പിക്കപ്പെടുന്ന ആളുകളായിരുന്നു കവിമാർ എന്ന് പറയുന്നത്. അതുകൊണ്ടും എന്താക്കാം, അശ്ശഅർ ദീവാനുൽ അറബ് എന്ന് പറയാം. കാന ദൗറു ഷഅർ ബാരിസൻ ഫി നശ്രി അംജാദിൽ ഖബാഇൽ, കബീലകളുടെ പ്രശസ്തി വ്യാപിപ്പിക്കുന്നതിൽ ഏറ്റവും
പ്രകടമായിട്ടുള്ള ഒരു റോള് തന്നെ കവിതകൾക്കുണ്ടായിരുന്നു. കാരണം ഒരു കബീല ആ ഗോത്രത്തിൻ്റെ മേന്മകൾ, അതിൻ്റെ നന്മകൾ, അതിൻ്റെ അഹങ്കാരങ്ങൾ അല്ലെങ്കിൽ അഭിമാനങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് കവിതയിൽ കൂടെയായിരുന്നു. അതുകൊണ്ടും ഷെഅർ ദീവാനുൽ അറബ് എന്ന് പറയാം. സിജ്ലു മഫാഹിരിഹിം വ മജ്മഅ ഹയാത്തിഹിം അൽ ഇജ്തിമാഇയ്യ വ സിയാസിയ. രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ സാമൂഹികപരമായ ജീവിതത്തിൻ്റെ മജ്മ ആണ് അവരുടെ കവിത. അതേപോലെ തന്നെ സിജിൽ മഫാഹിറഹും, അഭിമാനത്തിൻ്റെ രേഖയുമായിരുന്നു. അഥവാ അഭിമാനം കൊള്ളുന്ന വാക്കുകളും അവരുടെ സംഭവങ്ങളൊക്കെ കവിതകളിൽ കൂടെയായിരുന്നു പറയപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെഅർ ദീവാനുൽ അറബ് എന്ന് പറയാം. സവ്വറ ബിഅത്തുഹും ബിഹസ്സിൻ മുറഹഫിൻ. അവരുടെ പ്രകൃതിയെ അവർ ചിത്രീകരിച്ചു. ബിഹസ്സിൻ മുറഹഫിൻ, ഏറ്റവും സ്പർശനാത്മകമായ രീതിയിൽ, ഏറ്റവും മനസ്സിൽ തട്ടുന്ന രീതിയിൽ ഏതൊരാൾക്കും കവിതയിലൂടെ പ്രകൃതി അവർ ചിത്രീകരിച്ചു കൊടുത്തു. വആതിഫത്തിൻ ജയ്യാഷ, ഏറ്റവും ആകർഷണീയമായ രൂപത്തിലുള്ള ആതിഫയോടുകൂടെ അഥവാ അഭിരുചിയോടുകൂടെ. തത്തസിം ബിസ്ദിഖ് അത്തഅബീരി, പറയുന്നതിലൊക്കെ സത്യസന്ധമായിട്ട് അതിനെ എന്താക്കി അവർ ചിത്രീകരിച്ചു. വൽ വാഖിഇയ്യ അത്തസ്വീരിയ, ചിത്രീകരണത്തിൽ അവർ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അവർ സാധാരണ നമുക്കറിയാം, കവിതകളിലൂടെ ഇല്ലാത്തതൊക്കെ പറയും, അല്ലെങ്കിൽ കവിയുടെ ഭാവനയിൽ വന്നത് ഒരു പക്ഷേ യാഥാർത്ഥ്യമാകണമെന്നില്ല എന്നൊക്കെ നമ്മൾ സാധാരണ കവിത വായിക്കുമ്പോൾ ഒക്കെ കിട്ടാറുണ്ട്. അതിൻ്റെ ഷറഹൊക്കെ ചെയ്യുമ്പോൾ, വിശദീകരണമൊക്കെ പറയുമ്പോൾ ഒക്കെ പറയാറുണ്ട്. അതേപോലെയല്ല ഇവിടെ ഉണ്ടായിരുന്നത്. അവർ അവരുടെ ബീഅത്തിനെ, പ്രകൃതി അവർ സത്യസന്ധമായിട്ട്, ആകർഷണീയമായ രൂപത്തിൽ സത്യസന്ധമായിട്ട് തന്നെ ചിത്രീകരിക്കുകയുണ്ടായി. അവസാനം കാനത്ത് റുമൂസ് അൽ ഖബീലത്തുൽ അറബിയ അൽ അസാസിയ, അടിസ്ഥാനപരമായിട്ട് അറബി കബീലകളുടെ റംസുകൾ, സിംബലുകൾ എന്ന് പറയുന്നത്, ഒരു കബീലയിൽ 3 സിംബലുകളാണ് ഉണ്ടായിരുന്നത്. സലാസ, 3 എണ്ണമായിരുന്നു. 1 കബീലക്ക് ഖായിദ് ഉണ്ടാകും, 2 ഫാരിസ് ഉണ്ടാകും, 3 ഷാഇർ ഉണ്ടാകും. ഖായിദ് എന്ന് പറഞ്ഞാൽ ഒരു നേതാവ്, ഫാരിസ് എന്ന് പറഞ്ഞാൽ ഒരു യോദ്ധാവ് അഥവാ യുദ്ധത്തിൽ മുന്നിൽ നയിക്കുന്ന ആള്, ഫാരിസ് ഷാഇർ എന്ന് പറഞ്ഞാൽ ഒരു കവി. അപ്പോൾ യോദ്ധാവിനെ പോലെ അല്ലെങ്കിൽ ഒരു നേതാവിനെ പോലെ ഒരു സ്ഥാനം കവിക്കും കബീലയിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ ഈ ഘടകങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അശ്ശിഅർ ദീവാനുൽ അറബ്, അറബികളുടെ ദീവാനായിരുന്നു ഷെഅർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അടുത്ത സ്ലൈഡ് ഖസാഇസു ഷെഅറുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ ഷെഅറിൻ്റെ പ്രത്യേകതകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ അശ്ശിഅർ ദീവാനുൽ അറബിൽപ്പെട്ട പ്രത്യേകതകളൊക്കെ ഇവിടെ നമുക്ക് പറയാം. എന്നിരുന്നാൽ കൂടി യുഅ്തബർ മിർആത്ത് തൻഅകിസ് അലൈഹിൽ ബിഅത്തുൽ ജാഹിലിയ ബിആദാതിഹ വഹുറൂബിഹ. യുഅ്തബർ, ഈ കവിതയെ, ജാഹിലി കവിതയെ കണക്കാക്കപ്പെടുന്നത് മിർആത്തുൻ, ഒരു കണ്ണാടി പോലെയാണ്. തൻഅകിസ് അലൈഹി, അതിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യും, അൽ ബിഅത്തുൽ ജാഹിലിയ, ജാഹിലിയ പ്രകൃതിയെ അഥവാ ജാഹിലിയ അന്തരീക്ഷത്തെ, ആ കാലഘട്ടത്തെ. ബിആദാതിഹ, അവരുടെ പതിവുകൾ എന്തൊക്കെയായിരുന്നു, അവരുടെ ശീലങ്ങൾ എന്തൊക്കെയായിരുന്നു, വഹുറൂബിഹ, അവിടെ നടന്ന യുദ്ധങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് കിട്ടുക എവിടെ വെച്ചാണ്? ഈ കവിതയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മിർആത്ത്, നമുക്ക് കണ്ണാടിയിൽ നോക്കിയാൽ നമ്മളെ കാണും എന്ന് പറയുന്നത് പോലെ ഈ കവിതയിൽ നോക്കിയാൽ ജാഹിലി കാലഘട്ടത്തെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. വഹിയ അഖ്വ അൽ മസാദിർ ലിദിറാസത്തി താരീഖ് അൽ ജാഹിലി, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. സാഹിത്യം ചരിത്രപരമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതാണ് ഈ പറയുന്നത്. വഹിയ അഖ്വ, ഏറ്റവും ശക്തമായ, അഖ്വൽ മസാദിർ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായ അവലംബമായിരുന്നു ഏതിനുള്ള? ലിദിറാസത്തി താരീഖ് അൽ ജാഹിലി, ജാഹിലിയ ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾക്ക് അവർ ഹിസ്റ്റോറിയൻസിന്റെ അടുക്കലേക്കല്ല പോയിരുന്നത്, മറിച്ച് കവിമാരിലേക്കായിരുന്നു. ആ കവിത വായിച്ചാൽ കേവലം ഭാവനകളും പ്രകൃതി വർണ്ണനകളും ശൃംഗാരങ്ങളും മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, മറിച്ച് അവരുടെ ജീവിതം, അവരുടെ കാലഘട്ടം, അവരുടെ ശൈലി, അവരുടെ ശീലം, അവരുടെ കൾച്ചർ, ഇതൊക്കെ നമുക്ക് അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇത് അഖ്വൽ മസാദിർ ലിദിറാസത്തി താരീഖ് അൽ ജാഹിലി എന്ന് പറയാനുണ്ടായ കാരണം. കാന ഷിഅർ അൽ ജാഹിലി അസീലൻ വഫിത്വരിയൻ, നേരത്തെ നമ്മൾ പറഞ്ഞു ജന്മസിദ്ധമാണ്.
അതാരും പടച്ചുണ്ടാക്കിയതല്ല, അവരിൽ നിന്നും മനസ്സിന്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ്, അറിയാതെ വരും. അത് സന്തോഷവേള, ദുഃഖവേള, ഇതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കവിത്വം എന്ന് പറയുന്ന ഒരു 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 കഴിവ് ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അതറിയാതെ പുറത്തേക്ക് വരും. അതിനെയാണ് അസ്വീലൻ വഫിത്തറിയൻ എന്ന് പറയുന്നത്. കാനശ്വാറ മുബ്ദിഈൻ, അവർ ഉണ്ടാക്കി പാടിയതല്ല, മറിച്ച് ജന്മസിദ്ധമായ ആ കഴിവിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതിനെയാണ് മുബ്ദിഈൻ എന്ന് പറയുക. സർഗാത്മകമായിരുന്നു. ലാ യുഖല്ലിദൂന ഗൈറഹും, ആരെയും അവലംബിച്ചിരുന്നില്ല, ആരെയും അനുകരിച്ചിരുന്നില്ല, തഖ്ലീദ് ചെയ്തില്ല. അഥവാ ഇന്നയാള് എഴുതിയ ഒരു സാമ്പിൾ, ഒരു മാതൃക അവർക്ക് മുമ്പേ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. വല യഅ്തമിദൂന അലാ ഗൈരിഹിം, മറ്റാരെയും അവർ അവലംബിക്കുകയും ചെയ്തിരുന്നില്ല. ഫി തസ്വീരിൽ ഹയാത്ത്, ജീവിതം ചിത്രീകരിക്കുന്ന കാര്യത്തിൽ, കവിത രചിക്കുന്ന കാര്യത്തിൽ ആരെയും അവലംബിക്കുകയോ അനുകരിക്കുകയോ ചെയ്യാതെ അവരുടെ മൈൻഡിൽ നിന്നും അങ്ങ് വന്നതാണ്, മുബ്ദി ആണ്, അല്ലെങ്കിൽ ഇബ്ദ ആയിട്ട് വന്നതാണ് അവരുടെ കവിതകൾ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഇന്ന ഷഅറുൽ ജാഹിലി ഗിനാഇയ്യുൻ, പാടാൻ പറ്റുന്ന കവിതകളായിരുന്നു. അഥവാ നമ്മൾ ഇന്നത്തെ കവിത ചിലപ്പോൾ പാടാൻ പറ്റണമെന്നില്ല, ഏത് കവിത എടുത്താലും. മറിച്ച് അന്നത്തെ കവിത നമുക്ക് ഇങ്ങനെ പാട്ടുകൾ പോലെ ഗിനാഇ ആയിട്ട് പാടാൻ സാധിക്കുന്നതായിരുന്നു. കാന മുത്തളമ്മിനൻ ജമീഅ അഗ്റാദി ഷിഅർ അൽ അറബി അൽ മഅറൂഫ, അറബി കവിതയിൽ അറിയപ്പെട്ട ഏകദേശ ഗറളുകളും ഈ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്നു, അവർ അവരുടെ കവിതയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. കാന മുത്തളമ്മിനൻ, ഉൾക്കൊള്ളിച്ചിരുന്നു, ജമീഅ അഗ്റാദ് ഷിഅർ അൽ അറബി, അറബി കവിതയുടെ മുഴുവൻ ലക്ഷ്യങ്ങളും ഗറളുകളും, അൽ മഅറൂഫ, അറിയപ്പെടുന്ന എല്ലാ ഗറളുകളും. അതെന്താണ് എന്ന് നമ്മൾ ഇനി വരുന്ന സ്ലൈഡിൽ അത് വിശദീകരിക്കും. അൽ ഹിജാ, അതിൽ ആക്ഷേപം എന്ന് പറയുന്ന ഗറളാണ് അക്സർ ഫുനൂൻ ഷിഅർ അൽ അറബി, അറബി കവിതയിലെ ഏറ്റവും പ്രചാരം നേടിയ, കൂടുതൽ കവിതകൾ വന്ന, അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിച്ച ഒരു ഗറള് എന്ന് പറയുന്നത് ഹിജ ആയിരുന്നു, ആക്ഷേപിക്കുക. ബിസബബിൽ ഹുറൂബ്, കാരണം യുദ്ധങ്ങൾ കൂടുതലായിട്ട് വന്നതുകൊണ്ട് ഒരു പക്ഷെ എന്താക്കണം, ഒരു കബീല മറ്റേ കബീലയെ താഴ്ത്തി പറയണം. വൽ മുനാസഅത്ത് ബൈനൽ ഖബാഇൽ, കബീലകൾക്കിടയിൽ തർക്കങ്ങൾ, മുനാസഅത്തുകൾ വന്നതുകൊണ്ട് തന്നെ എന്താക്കണം, പരസ്പരം കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യണം. അതിനൊക്കെ എന്തിൻ്റെ ഒരു സാഹിത്യ ഭംഗി ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ ആ ഗറളിൽ ഹിജാ എന്ന് പറയുന്ന ഗറളായിരുന്നു കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ഇന്തഖല ഷിഅർ ബിരിവായ സഫവിയ, പാടി കൈമാറ്റം ചെയ്തതായിരുന്നു, അഥവാ റാവിമാരിൽ കൂടെ കൈമാറ്റം ചെയ്തതായിരുന്നു അവരുടെ കവിത. അങ്ങനെ അസുറ തദ്വീനായപ്പോൾ അതൊരു പുസ്തക രൂപത്തിൽ പല ഗ്രന്ഥകാരന്മാരും അതിനെ ക്രോഡീകരിക്കുകയുണ്ടായി. ലാ കസീറും മിന ഷിഅർ, അതേ ഖസായിസിൽപ്പെട്ടതാണ്, നമുക്കിതും കൂടെ പറയാം. ലാ കസീറും മിന ഷിഅറിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് കവിതകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം എന്താണ്, അല ഇസിരി തഅഖുർ അഹദി തദ്വീൻ, തദ്വീൻ എന്ന് പറയുന്ന അസുറ തദ്വീൻ അഥവാ ക്രോഡീകരണ കാലം വന്നിട്ടുള്ളത് അമവി കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇസ്ലാമിക കാലഘട്ടം വന്നു, റസൂലിൻ്റെയും സ്വഹാബത്തിൻ്റെയും ഖുലഫാ റാഷിദീങ്ങളുടെയും കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് അമവി കാലഘട്ടം വന്നത്. അത് കുറച്ച് ലേറ്റായിട്ട് വന്നു എന്നുള്ളത് കൊണ്ട് മിക്ക, അല്ലെങ്കിൽ കൂടുതൽ കവിതകളും, ഒരുപാട് കവിതകൾ ഷിഅറുൽ ജാഹിലിയിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുറഞ്ഞത് മാത്രമേ വന്നിട്ടുള്ളൂ എന്നർത്ഥം. മആനി ബസീത ലൈസ ഫിഹ തകല്ലുഫ് ബുഅദ് ഇഗ്റാഖ് ഫിൽ ഖയാൽ, വളരെ വിശാലമായിട്ടുള്ള ആശയങ്ങൾ, ലൈസ ഫിഹ തകല്ലുഫുൻ, ഒരു ബുദ്ധിമുട്ടുകളും കെട്ടിക്കുടുക്കുകളൊന്നും ഇല്ല, ബുഅദ് അവ്യക്തതകളില്ല, ഇഗ്റാഖ് ഫിൽ ഖയാൽ, ഭാവനയിൽ മുങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഭാവനയിൽ അഗാധമായി ഭാവന സ്പർശിച്ച കവിതകളായിരുന്നു അവരുടേത്. അശാഇർ ലാ യഖിഫു തവീലൻ ഇൻദൽ മഅന അല്ലദി യലുമു ബിഹി ഹത്താ യത്റുകുഹു ഇലാ മഅന ആഖർ, ഈ കാലഘട്ടത്തിലുള്ള കവി ലാ യഖിഫു തവീലൻ, ദീർഘനേരം, ഇൻദൽ മഅന, ഒറ്റ ആശയത്തിന്റെ മേൽ നിൽക്കില്ല, അല്ലദി യലുമു ബിഹി ഹത്താ യത്റുകുഹു ഇലാ മഅന ആഖർ, ഉടൻ തന്നെ ഒരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആശയത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നീങ്ങും, അല്ലാതെ കൂടുതൽ സമയം എന്താക്കില്ല, ഒറ്റ ആശയം മാത്രം പറഞ്ഞുകൊണ്ട് ആ കവി നിൽക്കുമായിരുന്നില്ല ആ ജാഹിലിയ കാലഘട്ടത്തിൽ. ഗലബ ഷിഅറുൽ ജാഹിലി അൽ ഈജാസ് ഫഹുവ ലാ യഅരിഫ് അൽ ഇത്നാബ്, നമുക്കറിയാം, നമ്മൾ ബലാഗയിൽ ഈജാസും ഇത്നാബും പഠിച്ചിട്ടുണ്ട്. ഈജാസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കുകൾ കൂടുതൽ ആശയം, ഇത്നാബ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വാക്ക് കുറഞ്ഞ ആശയം.
അപ്പൊ ഈ കാലഘട്ടത്തിൽ ഈജാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്നാബ് അവർക്ക് അറിയുക തന്നെ ഉണ്ടായിരുന്നില്ല. ഗലബ ഷെയറുൽ ജാഹിലി അൽ ഈജാസ്, ഈജാസ് ആയിരുന്നു ഷെയറുൽ ജാഹിലിയിൽ ഉണ്ടായിരുന്നത് കൂടുതലായിട്ടും. ഫഹു ലാ യാരിഫ് അൽ ഇത്നാബ്, ഇത്നാബ് എന്ന് പറയുന്ന ആ ഒരു ബലാഗയെ അവർക്ക് അറിയില്ലായിരുന്നു. കാമിലി സുയാഗ തെറാക്കീബ് താമ, പൂർണ്ണമായിട്ടുള്ള ഘടന, പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം, സിയാഗത്ത് അഥവാ സമ്പൂർണമായിരുന്നു അവരുടെ കവിത എന്ന് നമുക്ക് അതിന്റെ ഖസായിസിൽ എണ്ണാം. ഇനി അഗ്റാദ് ഷെയർ നേരത്തെ പറഞ്ഞതുപോലെ അബൂ തമാമാണ് അവ്വലു മൻ സ്വന്നഫ ഷെയർ ഇല അഗ്റാദിൻ വ മാലൂമാത്ത്, കവിതകളെ അഗ്റാദിലേക്കും മൗദൂആത്തിലേക്കും വേർതിരിച്ച് രചനകൾ നടത്തിയ ആദ്യത്തെ വ്യക്തി അബൂ തമാമായിരുന്നു. അതുകൊണ്ട് അത് അഗ്റാദു ഷെയറിൽ അദ്ദേഹത്തെ എടുത്തു പറയാം. ഒന്നാമത്തെ ഗറദ് ഹിജ ആയിരുന്നു. ലുഹൂർ ഗറദുൽ ഹിജാബി സബബിൽ ഹുറൂബ്, യുദ്ധം കാരണത്താലാണ് ഹിജായി എന്ന് പറയുന്ന ഗറദ് പ്രത്യക്ഷപ്പെട്ടത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കണം, ഞങ്ങൾ അങ്ങനെയാണ് എന്ന് മേന്മ പറഞ്ഞുകൊണ്ട് എന്താക്കണം, മറ്റുള്ളവരെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താഴ്ത്തി ആക്ഷേപിക്കുക. ഇതൊക്കെ യുദ്ധത്തിന്റെ ഘട്ടങ്ങളിലും കബീലകൾ തമ്മിലുള്ള തർക്ക വിഷയങ്ങളിലൊക്കെ വരുന്നതായതുകൊണ്ട് ഹിജാ വന്നു. അൽ ഫഖർ രണ്ടാമത്തെ ഫഖറാണ്. എല്ലാം ഈ കബീലകളുടെ ആസ്പദമാക്കിയിട്ട് അവരെ അവലംബമാക്കിയിട്ട് നമുക്ക് അതിനെ ബന്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. ഫഖർ എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുക. ദാറത്ത് മാനി അൽ ഫഖർ ഫി ഇത്വാരി മഅന അൽ അഖ്ലാഖ് അൽ ഫാദില, ഉന്നതമായ ഒരു സ്വഭാവമായിട്ട് ഫഖറിനെ നമുക്ക് കണക്കാക്കാം. ഏത്? ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കബീല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് മേന്മകൾ എടുത്ത് പറയാം. ഉദാഹരണത്തിന് ഷുജാ, ധീരന്മാരാണ് എന്ന് പറയാ. കറം, ഞങ്ങൾ മാന്യന്മാരാണെന്ന് പറയാ. വഫാ, ഞങ്ങൾ കരാറുകളെ പൂർത്തീകരിക്കുന്ന, വാക്ക് പറഞ്ഞ വാക്കായിരിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫഖർ നടിക്കുക, അഭിമാനം കൊള്ളുക. ആ അഖ്ലാഖുൽ ഫാദിലയിൽപ്പെട്ട ഒരു ആശയമാണ്. ഇതും രണ്ടാമത്തെ ഗറളാണ്. മൂന്നാമത്തെ റസ ആണ്, അനുശോചനം പറയുക. കാരണം യുദ്ധങ്ങൾ കൂടിയത് കാരണത്താൽ പല ആളുകളും കൊല്ലപ്പെടും. അവരൊക്കെ ധീരന്മാരാണ്, അവരെന്താക്കണം, അനുശോചിക്കണം. അതാണ് റസ എന്ന് പറയുന്നത്. ലഹറത്ത് ബികസ്റത്തിൽ ഹുറൂബ്, യുദ്ധത്തിന്റെ ആധിക്യം കാരണത്താൽ വന്ന ഒരു ഗറളാണ് റിസ എന്ന് പറയുന്നത്. അല്ലത്തി കാനത്ത് തുഅദ്ദി ഇലാ ഖത്ലിൽ അബ്താൽ, ധീരന്മാരായ പോരാളികളെ എന്ത് ചെയ്യും, കൊല്ലപ്പെടുന്ന സമയത്ത് അവരെ പുകഴ്ത്തിക്കൊണ്ട് അവരെ അനുശോചിച്ചുകൊണ്ട് കവിതകളിലൂടെ അവരെന്താക്കി, പരാമർശിച്ചു. അതുകൊണ്ട് റസ എന്ന് പറയുന്ന കവിത വന്നു. പിന്നെ അൽ മദീഹാണ്, അല്ലെങ്കിൽ മദ്ഹാണ്. കാനൽ മദ്ഹ് മക്സൂറൻ അല ശുറാഇ ലദീന ദഖലു വർതാദു ഖുസൂർ അൽ മുലൂക്ക്, രാജാക്കന്മാരെ അവരെയാണ് മദ്ഹ് ചെയ്യുക. ആ മദ്ഹിൽ, രാജാക്കന്മാരെ മദ്ഹ് ചെയ്യുന്ന കാര്യത്തിൽ ഇവര് എന്താക്കി, ചടഞ്ഞിരുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ഒതുക്കുകയുണ്ടായി മദ്ഹ് എന്ന് പറയുന്ന ഗറളിനെ. മറ്റാരെയും എന്താക്കിയില്ല, അവർ മദ്ഹ് ചെയ്തില്ല എന്നാണ്, കൂടുതലായിട്ടും ചെയ്തില്ല എന്നാണ് പറയപ്പെടുന്നത്. ഹിക്കമാണ്. ഹിക്കം വൽ മആനി അത്തഹദീബിയ സുഹൈർ അബി സുൽമ അൽഖമ ഇബ്നു അബ്ദ. ഹിക്കം എന്ന് പറയുന്നത് അഥവാ തത്വങ്ങൾ പറയാം. അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് സുഹൈർ ബിൻ അബി സുൽമ എന്ന് പറയുന്ന അസ്ഹാബുൽ മുഅല്ലഖാത്തിൽപ്പെട്ട ആളും അൽഖമ ഇബ്നു അബ്ദ എന്ന് പറയുന്ന മറ്റൊരു കവിയും കൂടെയായിരുന്നു അതിൽ മികച്ചു നിന്നത്. ഹിക്കം എന്താണെന്ന് പറയുന്നില്ല, നമുക്ക് ഇപ്പോഴത്തെ ഫിലോസഫി എന്ന് പറയാം, അല്ലെങ്കിൽ തത്വങ്ങൾ എന്ന് ഹിക്കമിനെ നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് പറയാം. ഗസലാണ്. ഗസല് യദ്കുറു ശുറാഉൽ ജാഹിലി അൽ ഗസൽ ഫി മുഖദ്ദമത്തി ഖസായിദിഹി, ഒരു ഖസീദയുടെ തുടക്കത്തിൽ ഗസൽ കൊണ്ടാണ് ഏത് ഷാഇറും തുടങ്ങുക. ഹത്താ ലാ തഖ്ലു അയ്യത്ത ഖസീദത്തുൻ മിനൽ ഗസൽ, ഗസൽ ഇല്ലാതെ ഒരു ഖസീദയും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അപ്പൊ ഗസലും ഒരു ഗറളായിരുന്നു. വസ്ഫാണ് പിന്നീട്. വസ്ഫ ശുഅറാഉൽ ജാഹിലി കുല്ല ഷൈ, എല്ലാ വസ്തുവിനെയും അവരെ വിശേഷിപ്പിച്ചു. വഖഅത്ത് അല അയ്യുനിഹിം, അവരുടെ കൺമുമ്പിൽ വന്നിട്ടുള്ള, അവർ കണ്ട എല്ലാ വസ്തുക്കളെയും അവരെ വിശേഷിപ്പിക്കേണ്ടായി. അഥവാ തുയൂർ, ദിയാർ പക്ഷികളെ, വീടുകളെ, സെയിൽ നടത്തത്തെ, ബഹായിം മൃഗങ്ങളെ, അസ്ലിഹത്ത് ആയുധങ്ങളെ, ഇതിനെയൊക്കെ എന്താക്കിയിട്ടുണ്ട്, അവർ വർണ്ണിച്ചിട്ടുണ്ട്, വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാണ് വസ്ഫ് എന്ന് പറയുന്ന ഗറദ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ കൈകളിലേക്ക് ഈ കവിതകൾ എത്തിയത് ഷഫാഹിയൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ പാടി പറഞ്ഞ കവിതകൾ നമുക്ക് എത്തിയത് അസുർ തദ്വീനിലൂടെയാണ്, അഥവാ അമവി കാലഘട്ടം, അബ്ബാസി കാലഘട്ടത്തിലൂടെയാണ്. അപ്പൊ അതിനെ പബ്ലിഷ് ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്തഖല ഷെയറുൽ ജാഹിലി ബിരിവായ ഷഫവിയ ദുവ്വിനഹ ഫിൽ അസർ അൽ അമവി വ മാ ബഅദഹ,
അമവി കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലഘട്ടത്തിലും ക്രോഡീകരിച്ചതായിരുന്നു കവിതകൾ. അങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ഏത് മുഖേനയാണ്? മസാദിർ, അതിന്റെ മസ്ദറുകൾ, സോഴ്സ് എന്ന് പറയുന്നത് അൽ മുഅല്ലഖാത്ത്, ഹമ്മാദ് അർ-റാവിയുടെ മുഅല്ലഖാത്ത്. ആദ്യം ആ ഗ്രന്ഥങ്ങൾ പറയുന്നു, പിന്നെ അതിന്റെ ഓദറുകളെ പറയുന്നു. മുഫല്ലലയാത്ത്, മുഫല്ലൽ അൽ-ലബി, അസ്മഇയാത്ത് അൽ അസ്മഇ, ജംഹറത്ത് അഷ്ആറുൽ അറബ് അബൂ സയ്യിദ് അൽ ഖുറശി, കുതുബുൽ ഹമാസ അബൂ തമാമിന്റെയും ബുഖ്തരിയുടെയും കിതാബുൽ ഹമാസകളാണ്. അഗാനി അബുൽ ഫർജ് അൽ ഇസ്ഫഹാനി, അൽ ബയാൻ വ തബിയീൻ അൽ ജാഹിദിൻ്റെതാണ്. അശ്ശഅറു വശുഅറ ഇബ്നു ഖുതൈബ, അൽ കാമിൽ ഫിൽ അദബ് വൽ ലുഗ മിബ്രദിൻ്റെതാണ്. അൽ കാമിൽ ലിൽ മിബ്രദ് എന്നാണ് അറിയപ്പെടുന്നത്. അൽ അമാലി ഇബ്നു അലി അൽ ഖാലി, അൽ ഫിഹറസ്ത് ഇബ്നു നദീം, തബഖാത്ത് ഫുഹൂൽ അശ്ശഅറ ഇബ്നു സലാമ അൽ ഹജമി, അൽ ഉംദ ഫി സിനാഅത്തി അശ്ശഅർ വ നഖ്ദിഹി ഇബ്നു റഷീഖ് അൽ ഖീർവാനി, ഖസാനത്തുൽ അദബ് അൽ ബഗ്ദാദി, അൽ ഇഖ്ദുൽ ഫരീദ് ഇബ്നു അബ്ദി റബ്ബ. ഇങ്ങനെ ഇവരിൽ നിന്ന് ഉടലെടുത്ത വന്നിട്ടുള്ള ഗ്രന്ഥങ്ങൾ, രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഈ ഗ്രന്ഥങ്ങളിലൂടെയാണ് നമുക്ക് ഇന്ന് നമ്മൾ ഈ പഠിക്കുന്ന കവിതകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൻ്റെയൊക്കെ വിഷയം, കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ കവിതകളായിരുന്നു എന്ന് നമുക്ക് പറയാം. അടുത്തത് മുഅല്ലഖയിലാണ്. മുഅല്ലഖയിലേക്ക് വരുമ്പോൾ, മുഅല്ലഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യസ്തമായ പേരുകൾ നമുക്ക് ആദ്യം പറയാം. മുഹദ്ദബാത്ത്, സുമൂത്ത്, മുതവ്വിലാത്ത്, മഷ്ഹൂറാത്ത്, സബഈനാത്ത്. ഇതൊക്കെയാണ് മുഅല്ലഖകളുടെ മറ്റൊരു മുത്തറാദിഫായ പദങ്ങൾ. അജ്വദ് അശ്ശഅർ അൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയിലെ ഏറ്റവും മികച്ചത്, അജ്വദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചത് മുഅല്ലഖകളായിരുന്നു. ഇഖ്താറഹ നുഖാദ് ഫി സൂഖി ഉക്കാദ് ബിൽ ഹിജാസ്, ഹിജാസിലെ ഉക്കാദ് ചന്തയിൽ നിന്നും നാഖദീങ്ങളായ, അഥവാ കേൾക്കുന്ന ജനങ്ങളാണ് അന്നത്തെ നാഖദീങ്ങൾ എന്ന് പറയുന്നത്, അവർ തിരഞ്ഞെടുത്ത കവിതകളാണ് മുഅല്ലഖ. എന്നിട്ട് വകതബത് വ ബിമാഇ ദഹബ്, സ്വർണ്ണ ലിപികൾ കൊണ്ട് എന്താക്കി? അതിനെ ആലേഖനം ചെയ്തു, അല്ലെങ്കിൽ എഴുതി വെച്ചു. അലൽ ഖിബാസ്, ചുമരുകൾക്ക് മുകളിൽ. സുമ്മ അല്ലഖഹു അല ജുദ്റാനിൽ കഅബ, എന്നിട്ട് അതെന്താക്കി? കഅബയുടെ തൂണിൽ, അല്ലെങ്കിൽ കഅബയുടെ ചുമരിൽ അതിനെ ബന്ധിച്ചു. അതുകൊണ്ടായിരിക്കാം മുഅല്ലഖാത്തുകൾ എന്ന് പറയാനുണ്ടായ കാരണം. ജമാഅഹ, ഇതിനെ ഒരുമിച്ച് കൂട്ടിയത് ഫിൽ അസ്റുൽ അമവിയിലാണ്. ബിത്വലബി മുആവിയ ഇബ്നു അബി സുഫിയാൻ, അബൂ സുഫിയാൻ, മുആവിയ ഒന്നാമത്തെ രാജാവായിരുന്ന, അമീറായിരുന്ന മുആവിയയുടെ ആവശ്യപ്രകാരം അമവി കാലഘട്ടത്തിലാണ് ഇതിനെയൊക്കെ ക്രോഡീകരിച്ചത്, സ്വരുക്കൂട്ടിയത്. ഹമ്മാദ് അർ-റാവിയ, നേരത്തെ നമ്മൾ ഹമ്മാദ് റാവിയെ കുറിച്ച് പറഞ്ഞു. മുഅല്ലഖാത്ത് എന്ന് പറയുന്നത് ഹമ്മാദ് റാവിയുടെ ഒരു ജാമിഅ ഹാദിഹിൽ ഖസായിദ്, ഈ ഖസീദകളൊക്കെ ക്രോഡീകരിച്ച വ്യക്തിയാണ്, ഒരു റാവിയാണ് ഹമ്മാദ് അർ-റാവിയ. അദ്ദേഹത്തിന്റെ കൃതിയാണ് അൽ മുഅല്ലഖാത്ത് എന്ന് പറയുന്നത്. അത് അദ്ദേഹം രചിച്ചതല്ല, മറിച്ച് പല 7 കവിമാർ രചിച്ച കവിതകളെ ക്രോഡീകരിച്ച വ്യക്തിയാണ് ഹമ്മാദ് അർ-റാവിയ. ആരൊക്കെയാണ് അസ്ഹാബുൽ മുഅല്ലഖാത്ത്? ഇംറുൽ ഖൈസ്, ത്വറഫത്ത് ബിൻ അബ്ദ്, സുഹൈർ ബിൻ അബി സുൽമ, റബീഅ ബിൻ റബിയ, അൻദർ ബിൻ ഷദാദ്, അംർ ബിൻ കുൽസൂം, ഹാരിസ് ബിൻ ഹില്ലിസ എന്നീ 7 ആളുകളാണ് അസ്ഹാബുൽ മുഅല്ലഖാത്ത്. അത് 10 എന്നും ചില അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ പ്രബലമായ അഭിപ്രായം സബഉൽ മുഅല്ലഖാത്ത് എന്നതാണ്. ഇനി നമുക്ക് ജാഹിലിയ കാലഘട്ടത്തിലെ, പ്രത്യേകിച്ചും അസ്ഹാബുൽ മുഅല്ലഖാത്തിലെ പ്രസിദ്ധരായ ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യമായിട്ട് എണ്ണുന്നത് ഇംറുൽ ഖൈസിനെയാണ്. അഷ്ഹർ അശ്വറ ഉൽ ജാഹിലിയിൽ ഒന്നാമത് ഇംറുൽ ഖൈസ്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം 500 540. അദ്ദേഹം ജനിക്കുകയും മരിക്കുകയും ചെയ്ത ക്രിസ്തു വർഷമാണ്. 500-ൽ ജനിച്ചു, 540-ൽ മരണപ്പെട്ടു. മുഅല്ലഖതഹു, അദ്ദേഹത്തിന്റെ മുഅല്ലഖ 77 ബൈത്തൻ, 77 ബൈത്തുകൾ അടങ്ങിയ മുഅല്ലഖയാണ്. അതാണ് ഒന്നാമത്തെ മുഅല്ലഖയായ മുഅല്ലഖത്ത് ഇംറുൽ ഖൈസ് എന്ന് പറയുന്നത്. ബഹ്റു ത്വവീൽ, അദ്ദേഹത്തിന്റെ മുഅല്ലഖയിലെ ബഹർ, ഏത് ബഹറാണെന്ന് ചോദിച്ചാൽ ത്വവീൽ ബഹറിലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഖാഫിയ ലാമിയാണ്. ഖാഫിയ എന്ന് പറഞ്ഞാൽ ലാമ് കൊണ്ടാണ് അവസാനിക്കുക, അതാണ് ഖാഫിയ. ഇവിടുത്തെ ലാമിയാണ്. ഇനി വേറെ ഏതെങ്കിലും അക്ഷരമാണെങ്കിൽ ഏത് അക്ഷരങ്ങൾ കൊണ്ടാണോ അവസാനിക്കുന്നത് അതിനാണ് ഖാഫിയ എന്ന് പറയുക.
മുഅല്ലഖകൾ സലാസത്തു അഖ്സാം 3 ഇനങ്ങളാക്കിയിട്ട് മാറ്റാം. ഒന്ന് അൽ വുഖൂഫ് അലൽ അത്ലാൽ. തുടക്കത്തിൽ അദ്ദേഹം നേരത്തെ നമ്മൾ കവിതകളെക്കുറിച്ച് ഖസീദകളെക്കുറിച്ച് പറഞ്ഞതുപോലെ അന്നസീബ് ലിൽ മർഅ ബിൽ മർഅ, സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു ശൃംഗാര കാവ്യം ഉണ്ടാവും. അതിൽ അവരുടെ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഓർക്കും, ഒപ്പം തന്നെ സ്ത്രീകളുടെ മറ്റുള്ള വിശേഷണങ്ങളൊക്കെ പറയും എന്നൊക്കെ നമ്മൾ മുമ്പ് ഒരു ഖസീദയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹം തുടങ്ങുന്നത് അൽ വുഖൂഫ് അലൽ അത്ലാൽ. ആദ്യം തന്നെ ആ തൻ്റെ കാമുകിയായ പെണ്ണ് താമസിച്ച വീടിൻ്റെ അവശിഷ്ടങ്ങളെ ഓർത്തുകൊണ്ടും അതിൻ്റെ നല്ല സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഓർമ്മകളെ അയവിറക്കിയൊക്കെയാണ് അദ്ദേഹം അത് തുടങ്ങുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ പാർട്ടാക്കാൻ പറ്റുക ദിക്റ ഹബീബത്തഹു ഉനൈസ, തൻ്റെ ഹബീബത്തായിരുന്ന ഉനൈസയുമായിട്ടുള്ള ഓർമ്മകളാണ്. യൗമ ദാറത്ത് ജുൽജുൽ, ജുൽജുൽ എന്ന് പറയുന്ന ദാറത്ത് ജുൽജുൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. തൻ്റെ പ്രണയിനിയായ ഉനൈസയും അതേപോലെ തന്നെ അദ്ദേഹവും തമ്മിലുള്ള ഒരു സംഭവമാണ് ദാറത്ത് ജുൽജുൽ എന്ന് പറയുന്നത്. നമുക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കാം, അതിവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ ഹബീബ ഉനൈസ എന്ന ഹബീബയുമായിട്ട് നടന്ന, പ്രത്യേകിച്ചും ദാറത്ത് ജുൽജുലിൽ നടന്ന ആ സംഭവത്തെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. പിന്നെയോ അസാഫ ലി മുഷാഹിദ മുഖ്തലിഫ, വ്യത്യസ്തമായ മറ്റുള്ള കാഴ്ചകളും അദ്ദേഹം ഇതിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലേക്ക് കൂടുതൽ പോയിട്ടില്ല, അത് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുന്നതാണ്, അത് വളരെ എളുപ്പമുള്ളതുമാണ്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ കവിത പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പറഞ്ഞതാണ്. ജസ്റ്റ് ഇവിടെ ഉപയോഗിച്ചത് അദ്ദേഹം ജീവിച്ച കാലഘട്ടം 500-540 എന്ന് മാത്രം. രണ്ടാമത്തത് അഷ്ഹർ അശ്വറാവുൽ ജാഹിലിയിൽ അഥവാ സുഹാബുൽ മുഅല്ലഖാത്തിൽപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയാണ് ത്വറഫത്ത് ബിൻ അബ്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 543 ജനിച്ചു, 569 അദ്ദേഹം മരണപ്പെടുന്നു. 543 ജനിക്കുന്നു, 569 മരണപ്പെടുന്നു. ആ ഡേറ്റിൽ തന്നെ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ പ്രായം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇതൊരു പക്ഷേ അഖല്ലു ശുഅറാ ഉംറൻ, വയസ്സിൽ ഏറ്റവും കവിമാരിൽ അഥവാ സുഹാബുൽ മുഅല്ലഖാത്തിൽ വയസ്സിൽ ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള ആളാരാണെന്ന് ചോദിച്ചാൽ ത്വറഫ ഇബ്നു അബ്ദ് എന്ന് നമുക്ക് പറയാം. 543 ജനിക്കുന്നു, 569 അദ്ദേഹം മരണപ്പെടുന്നു. മുഅല്ലഖത്തുഹു, അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ ബഹ്റു തവീലാണ്. ഇംറുൽ ഖൈസിനെ പോലെ തന്നെ ബഹ്റു തവീലാണ് അദ്ദേഹം രചന നടത്തിയത്. അൽ ഖാഫിയ അദ്ദാലിയാണ്, ദാലിലാണ് അവസാനിക്കുന്നത്. 99 ബൈത്ത് ഉണ്ടായിരുന്നു. അക്സർ ഇന്തിലാമൻ ഫി ബുന്യത്തിഹ മിൻ കുല്ലിൽ മുഅല്ലഖാത്ത് അൽ ഉഖ്റ, കെട്ടുറപ്പിൻ്റെ കാര്യത്തിൽ മറ്റുള്ള മുഅല്ലഖകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു ഇത് എന്ന് പറയാം. കുറച്ചും കൂടെ നല്ല സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ഒരടുക്കും ചിട്ടയും കാണാവുന്ന മുഅല്ലഖയാണ് ത്വറഫ എന്ന് പറയുന്ന ഈ കവിയുടെ മുഅല്ലഖ. ലം യസ്ബിഖുഹു ഫിൽ ജൗദ ഗൈറു ഇംറുൽ ഖൈസ്, ഇതുപോലെ ഒന്ന് നമുക്ക് കാണാൻ പറ്റുക അല്ലെങ്കിൽ ജൗദ അഥവാ പുതുമയിൽ ഇദ്ദേഹത്തെ മുൻകടന്ന ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ, ഇംറുൽ ഖൈസ്. മറ്റൊരു മാതൃക നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ്. അജ്വദ് ഫി വസ്ഫിൻ നാഖ, ഒട്ടകത്തെ വിശേഷിപ്പിക്കുന്നതിൽ ഏറ്റവും മികച്ചു നിന്ന ആളും ഇദ്ദേഹമായിരുന്നു. അജ്വദ് ഫി വസ്ഫിൻ നാഖ ഇദ്ദേഹത്തിൻ്റെ കവിതയുടെ തുടക്കമാണ്, മുഅല്ലഖയുടെ തുടക്കമാണ്. ലി ഖൗലത്തി അത്ലാലിൻ ബി ബുർഖാത്തി തുഹ്മദി തലൂഹു കബാഖിൽ വഷ്മി ഫി ലാഹിരിൽ യദി എന്ന് പറയുന്ന ദാല് കൊണ്ട് അവസാനിക്കുന്ന കാഫിയകൾ. ഇതാണ് ത്വറഫയുടെ കവിത മുഅല്ലഖ. മൂന്നാമത്തത് അൽ ഹാരിസ് ബിൻ ഹില്ലിസയാണ്. 580 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജനന വർഷം എവിടെയും രേഖപ്പെടുത്താത്തത് കൊണ്ടാണ് 580 മരണവർഷം മാത്രം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മിൻ ബനി ബക്കർ ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം. മുഅല്ലഖത്തുഹു, അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ ബഹ്റുൽ ഖഫീഫ്, അൽ ഖഫീഫ് എന്ന് പറയുന്ന ബഹറിലാണ്. ഖാഫിയ ഹംസിയാണ്. 82 ബൈത്ത് ഉണ്ടായിരുന്നു. ദാത്തു ഖറളിൻ ദിഫാഇൻ, പ്രതിരോധം എന്ന് പറയുന്ന ഖറള് അടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ. ജമഅ കസീറൻ മിൻ അഖ്ബാരിൽ അറബ്, ആ കവിത വായിച്ചാൽ അറബികളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അതാണ് ജമഅ കസീറൻ, ധാരാളമായിട്ട് അദ്ദേഹം ഒരുമിച്ച് കൂട്ടി ക്രോഡീകരിച്ചു. മിൻ അഖ്ബാരിൽ അറബ്, അറബികളുടെ വാർത്തകൾ അല്ലെങ്കിൽ അറബി ചരിത്രങ്ങൾ.
അൻഷദഹ, ഈ മുഅല്ലഖ അദ്ദേഹം പാടിയത് ഫി മജ്ലിസ് മലിക് അംറുബ്ന് ഹിന്ദ് എന്ന് പറയുന്ന രാജാവിൻ്റെ മജ്ലിസിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖകൾ പാടിയിട്ടുള്ളത്. അങ്ങനെയാണ് അത് അറിയപ്പെടുന്നതും അറബ് ലോകം അല്ലെങ്കിൽ ജസീറത്തുൽ അറബിലുള്ള ആളുകൾ അത് ഏറ്റെടുക്കുന്നതും പ്രസിദ്ധമായ മുഅല്ലഖയായിട്ട് മാറുന്നതും ആ രൂപത്തിലാണ്. അപ്പം ഇത്രയും പോയിന്റുകൾ മുഅല്ലഖയെക്കുറിച്ച് ഹാരിസ് ബിൻ ഹില്ലിസയുടെ മുഅല്ലഖകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ആദൻതന ബിബൈനിഹ അസ്മാഉൻ റുബ്ബസാവിൻ യമുല്ലു മിൻഹു സവാഉ എന്ന് ഹംസിയയിൽ ഖാഫിയായിട്ട് വരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ. അപ്പോൾ ഇവരുടേതൊക്കെ പ്രൊഫൈലുകൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഅല്ലഖ ഇത്തരത്തിലാണ് എന്നുള്ള പോയിന്റ്സ് ഓർമ്മിച്ച് വെച്ചുകൊണ്ട് വിശദമായിട്ട് എഴുതുക. പറ്റുമെങ്കിൽ അവരുടെ കവിതകളൊക്കെ ഒന്ന് ബൈഹാർട്ടാക്കി വെക്കുക. അപ്പോൾ അവരുടെ കവിതകൾ നിങ്ങൾ അവരെക്കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതിയാൽ മികച്ച ഒന്നായിട്ട് അത് മാറും, വിലയിരുത്തപ്പെടും. അംറുബ്ന് കുൽസൂമാണ്. 600-ലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അടുത്ത കവി അംറുബ്ന് കുൽസൂം മിൻ ബനി തഗ്ലബ്. നേരത്തെ നമ്മൾ ഹാരിസ് ബിൻ ഹില്ലിസ ബനു ബക്കർ ഗോത്രത്തിലാണെങ്കിൽ ഇത് ബനു തഗ്ലബാണ്. ബഹ്റുൽ വാഫിറിലാണ് അദ്ദേഹം മുഅല്ലഖ രചിച്ചിട്ടുള്ളത്. ഖാഫിയ അന്നൂനിയ, നൂനിലാണ് അവസാനിക്കുന്നത്. 100 ബൈത്ത് ഉണ്ടായിരുന്നു. ആമിറത്തും ബിൽ ഹമാസ വറൂഹുൽ ഇസ്സത്ത്, അദ്ദേഹം ധീരതയെക്കുറിച്ച് അതേപോലെ പ്രതാപത്തിൻ്റെ ആത്മാവിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ടും വാചാലനായ കവിയാണ്. അഥവാ ആമിറത്തും ബിൽ ഹമാസ വറൂഹുൽ ഇസ്സ. ഖിസ്മാനി മുഅല്ലഖതഹു ഖിസ്മാൻ, അദ്ദേഹത്തിൻ്റെ മുഅല്ലഖകളെ 2 ഭാഗമാക്കിയിട്ട് മാറ്റാം. അവൽ ഒന്നാമത്തത് യൗമുൽ ഇഹ്തിക്കാം. ഇഹ്തിക്കാം എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അഥവാ ബനു ബക്കറും തഗ്ലബും തമ്മിൽ ഒരു യുദ്ധം നടന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ യുദ്ധമാണ് ഹർബുൽ ബസൂസ് എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൻ്റെ ഒരു മധ്യസ്ഥത എന്നുള്ള ഒരു സംഭവത്തെയാണ് യൗമുൽ ഇഹ്തിക്കാം എന്ന് പറയുന്നത്. അത് ഹളറത്ത് അംറുബ്ന് ഹിന്ദ് മലിക്കിൽ ഹിറ ലിഹല്ലി അൽ ഖിലാഫ് അന്നാഷിബ് ബൈന ഖബീലത്തൈ ബക്കർ വ തഗ്ലബ്. ബക്കർ തഗ്ലബ് ഗോത്രങ്ങൾക്കിടയിൽ പൊട്ടിപ്പുറപ്പെട്ട ആ ഒരു പ്രശ്നം, അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് വിളിച്ചുകൂട്ടിയ ഒരു ഹളറത്ത്, ഒരു മജ്ലിസ് ആയിരുന്നു അംറുബ്ന് ഹിന്ദിൻ്റെ ഈ മജ്ലിസ്. അതാണ് യൗമുൽ ഇഹ്തിക്കാം എന്ന് പറയുന്നത്. അതിൽ ഫസ്താഷൽ മലിക് ഗളബൻ ഹീന വജദ അന്ന ഷാഇർ ലാ യുഖീമു ലഹു വസ്നൻ. ഈ ഷാഇർ ആ കാര്യത്തിൽ എന്ത് ചെയ്തില്ല, ഒരു സുൽഹിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പരിഹാരത്തിൻ്റെ ഭാഗത്തേക്ക് വരാത്തത് കാരണത്താൽ ഈ അംറുബ്ന് ഹിന്ദിന് ദേഷ്യം വന്നു. ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് യൗമുൽ ഇഹ്തിക്കാം അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു സംഭവങ്ങളെ ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിൽ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തത് ബഅദ ഖത്ലി മലിക് അംറുബ്ന് ഹിന്ദ്, ആ രാജാവായ അംറുബ്ന് ഹിന്ദിൻ്റെ മരണം അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷമുള്ള സംഭവങ്ങളെ പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗം. അങ്ങനെ മുഅല്ലഖകളെ 2 ഭാഗമാക്കിയിട്ട് മാറ്റിത്തിരിക്കാം. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയുടെ തുടക്കം അലാ ഹുബ്ബി ബിസ്വഹനിക ഫസ്ബഹീന വലാ തബ്ഖ ഖുമൂറൽ അൻതരീന എന്ന് പറഞ്ഞ് നൂന് കൊണ്ട് അവസാനിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയുടെ ശൈലി, ഖാഫിയ. അൻതറ ഇബ്നു ഷദാദ് ആണ് അടുത്തത്. 525-ലാണ് അദ്ദേഹം ജനിക്കുന്നത്. 610-ൽ അദ്ദേഹം മരണപ്പെടുന്നു. അടുത്ത യുദ്ധമായ അബസ് ദുബിയാൻ അഥവാ ദാഹിസ് വൽ ഗബ്ര എന്ന് പറയുന്ന യുദ്ധം. നേരത്തെ 2 ഓപ്പോസിറ്റ് ബനു ബക്കർ ബനു തഗ്ലബ്, അങ്ങനെ ആ 2 കവിമാരെയും ഇപ്പം തൊട്ടു മുമ്പ് പറഞ്ഞ 2 ഗോത്രമാണ്. അതൊരു യുദ്ധത്തിൻ്റെ ബദ്ധവൈരികളായിട്ടുള്ള കബീലകളുടെ 2 കവികളാണ്. എന്നാൽ അത് 30 വർഷമാണെങ്കിൽ അടുത്ത യുദ്ധം നടക്കുന്നത് 40 വർഷമാണ്. അഥവാ ഹർബ് ദാഹിസ് വൽ ഗബ്ര, ബനു അബ്സും ദുബിയാനും തമ്മിൽ. അപ്പോൾ ബനു അബ്സ് ഗോത്രത്തിൻ്റെ കവിയായിരുന്നു അൻതറ എന്ന് പറയുന്ന കവി. ബത്വലുൻ ഫി ഹർബ് ദാഹിസ് വൽ ഗബ്ര. ദാഹിസ് വൽ ഗബ്ര എന്ന് പറയുന്ന ഈ യുദ്ധത്തിലെ യോദ്ധാവായിരുന്നു, ബത്വൽ ആയിരുന്നു അൻതറ എന്ന് പറയുന്ന ഈ കവി. നസിജത്ത് മുഖീലത്തൽ അറബ് ഹൗല ഹയാത്തിഹി ഉസ്തൂറ കുബ്ര ഖിസ്സത്ത് അൻതറ. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് ഉസ്തൂറകൾ, ഒരുപാട് കഥകൾ, അതൊരു പക്ഷേ കെട്ടുകഥകളായിരിക്കാം, അങ്ങനെ പല കഥകളും നോവലായിട്ടും ഡ്രാമയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഖിസ്സത്ത് അൻതറ പോലെയുള്ള കഥകൾ.
അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ ഇദ്ദേഹത്തെ ആസ്പദമാക്കിയിട്ട് ഇദ്ദേഹത്തെ ക്യാരക്ടർ ആക്കിയിട്ട് പിൽക്കാലത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇദ്ദേഹത്തെ തന്നെ ശ്രദ്ധേയമാക്കുന്ന ഒന്നാണ്. മുഅല്ലഖത്തുഹു, അദ്ദേഹത്തിന്റെ മുഅല്ലഖ ബഹ്റുൽ കാമിലാണ്. ഖാഫിയ അൽ മീമിയ, മീമിലാണ്. 79 ബൈത്തുകളാണ് ഉണ്ടായിരുന്നത്. ആമിറത്തുൻ ബിൽ ഹമാസ വൽ വസ്ഫ്, അതേപോലെ തന്നെ വസ്ഫ്, ഹമാസ എന്നിവയിൽ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിന്റെ മുഅല്ലഖ എന്ന് പറയുന്നത്. ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി അം ഹൽ അറഫ്ത ദാറ ബഅദ തവഹുമി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖ തുടങ്ങുന്നത്. ഖാഫിയ മീമിലാണ് അവസാനിക്കുന്നത്. അഷ്ഹറു ശുഅറാഉൽ ജാഹിലിയയിൽ അടുത്തത് സുഹൈർ ബിൻ അബി സുൽമയാണ്. വളരെ പ്രശസ്തനായ വ്യക്തിയാണ് സുഹൈർ ബിൻ അബി സുൽമ. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ സാഹിബുൽ ഹൗലിയാത്ത് അല്ലെങ്കിൽ സാഹിബുൽ ഹിക്മ എന്നാണ്. 530 അദ്ദേഹം ജനിക്കുന്നത്. 627 അദ്ദേഹം മരണപ്പെടുന്നു. സാഹിബുൽ ഹൗലിയാത്ത് എല്ലാവർക്കും അറിയാം. ഒരു വർഷം കൊണ്ടാണ് ഒരു കവിത അദ്ദേഹം പുറത്തു കൊണ്ടുവരിക. അതാണ് ഹൗല് എന്ന് പറഞ്ഞ ഒരു വർഷം ആ മാസങ്ങൾ തിരിച്ചുകൊണ്ട് കവിത എഴുതുന്നു. അത് കവിത തൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് വായിക്കാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് പാടുന്നു. ശേഷം അതിൻ്റെ തെറ്റുകളൊക്കെ തിരുത്തിയതിനു ശേഷം പബ്ലിക്കിന് കൊടുക്കുന്നു. അതാണ് ഒരു വർഷം കൊണ്ട് ഒരു കവിത രചിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ സാഹിബുൽ ഹൗലിയാത്ത് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഹിക്മത്തുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ വാചാലനായ കവിയാണ് സുഹൈർ ബിൻ അബി സുൽമ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സാഹിബുൽ ഹിക്മ എന്ന പേരിലും അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മുഅല്ലഖ ബഹ്റു തൊവീലാണ്. ഖാഫിയ മീമിയാണ്. 62 ബൈത്തുണ്ട്. തതലമ്മൻ സലാസത്ത മവാദി, 3 വിഷയങ്ങളാണ് അദ്ദേഹം തൻ്റെ മുഅല്ലഖയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അല്ലവൽ, ഒന്നാമത്തെ നസീബ്, ശൃംഗാരം. വസാനി അൽ ഹർബ്, യുദ്ധത്തെക്കുറിച്ച്. വസാലിസ് അൽ മദ്ഹ്, അഥവാ ഈ യുദ്ധം ദാഹിസ് വൽ ഗബ്ര എന്ന് പറയുന്ന ആ യുദ്ധത്തിന്റെ മധ്യസ്ഥത വഹിച്ച 2 മഹാവ്യക്തികളാണ്. ഒന്ന് ഹാരിസും 2 ഹറം ബിൻ സിനാനും. ഈ 2 വ്യക്തികൾ നടത്തിയ ഏറ്റവും വിജയകരമായ ശ്രമകരമായ 40 വർഷം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിന് സമാപ്തി കുറിക്കാൻ കാരണക്കാരായ 2 വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അവരെ പ്രശംസിക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കർത്തവ്യമാണ് മുഅല്ലഖയിലൂടെ പ്രധാനമായിട്ടും സുഹൈർ ബിൻ അബി സുൽമ നടത്തിയിട്ടുള്ളത്. അമിൻ ഉമ്മി ഔഫ ദിംനത്തിൻ ലം തകല്ലുമി ബിഹൗമാനത്തി ദറാജി ഫൽ മൂതസല്ലമി എന്ന് പറഞ്ഞുകൊണ്ട് മീമിയയിൽ അവസാനിക്കുന്ന ബൈത്തുകളാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖ. ടോട്ടൽ അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ വരികൾ 62 ആണെന്ന് പറഞ്ഞു. ബഹ്റു തൊവീലിലായിരുന്നു അദ്ദേഹം രചിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ലബീദ് ബിൻ റബിയാണ്. ലബീദ് ബിൻ റബിയ 560 അദ്ദേഹം ജനിക്കുന്നത്. 604 മരണപ്പെടുന്നു. മിന സ്വഹാബ, അദ്ദേഹം സ്വഹാബിയായിരുന്നു. വഫദ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് അദ്റക്കൽ ഇസ്ലാം, ഇസ്ലാമിനെ സ്വീകരിച്ചു. സന 629. അപ്പം മേലെ പറഞ്ഞ ആ ഒരു വർഷത്തിൽ അതൊന്നും കൂടെ നോക്കേണ്ടതുണ്ട്. 604 അദ്ദേഹം മരണപ്പെട്ടത് എന്നത് ഒന്നും കൂടെ സെർച്ച് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ സാന്ദർഭികമായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അദ്റക്കൽ ഇസ്ലാം സന 629. അതിനുശേഷം തറക്ക ശഅറ ബഅദ ഇസ്ലാമിഹി, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹം കവിതകൾ ഉപേക്ഷിച്ചു എന്നാണ്. പിന്നെ ഇസ്ലാമിൻ്റെ തത്വസംഹിതയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. കവിത എന്ന് പറയുന്ന ആ ഒരു കലയെ അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തു. മുഅല്ലഖത്തുഹു, അദ്ദേഹത്തിന്റെ മുഅല്ലഖ ബഹ്റുൽ കാമിലാണ്. ഖാഫിയ അൽ ഹായിയാണ്, ഹായിലാണ് അവസാനിക്കുന്നത്. 78, 89 രണ്ട് അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ മുഅല്ലഖകളെ കുറിച്ചുണ്ട്. 89 ആണെന്ന് പറയുന്നു, 78 എന്നും പറയുന്നുണ്ട്. അഫത്തി ദിയാർ മഹല്ലിഹ ഫമഖാമിഹ ഫരിജാമിഹ ബിമുനാ തഅദ്ദുബി ഖൗലിഹ ഫരിജാമിഹ എന്ന് പറഞ്ഞുകൊണ്ട് ഹായിലാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖ അവസാനിക്കുന്നത്. ഇത്രയുമാണ് അസ്ഹാബുൽ മുഅല്ലഖാത്ത്. പിന്നെ ആ കാലത്ത് മുഅല്ലഖയിൽ പെടാത്ത മറ്റുള്ള കവികളാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവുകയാണ്. നാബിഗത്ത് അദ്ദുബിയാനി, അഴ്ഷ, മുഹൽഹൽ ബിൻ റബിയ, അൽഖമ, ഉമയ്യത്ത് ബിൻ അബിസ്വലത്ത്, ഹാത്തിം ത്വായി, സമൗ അൽ, അമ്ര ബിൻ ഖമീഅ, ദുറൈദ് ബിൻ സുംത്ത്, ഔസ് ബിൻ ഹിജർ, ഖൈസ് ബിൻ അൽ ഖതീം, അദീബ് ബിൻ സൈദുൽ അയാദി, ആമിർ ബിൻ തുഫൈൽ, ബിശ്ർ ബിൻ അബി ഹാസിം, ദുൽ ഇസ്ബഇൽ ഉദ്വാനി, അൽ മുസഖബൽ,
അബ്ദി എന്ന് പറയുന്ന ഇത്രയും കവിമാര് അസ്വഹാബുൽ മുഅല്ലഖാത്തിൽ പെടുന്നില്ല എങ്കിലും ഷുഅറാഉൽ ജാഹിലിയിൽ അറിയപ്പെടുന്ന ആളുകളായിട്ട് നമുക്ക് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഈ ജാഹിലിയ കാലഘട്ടത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും അസ്വഹാബുൽ മുഅല്ലഖാത്തിൻ്റെ അല്ലാത്ത അതിന് പുറമേയുള്ള കവിമാരുമുണ്ട് എന്നെങ്കിലും നിങ്ങൾ എന്താക്കണം, ഈ വിഷയത്തിൽ മനസ്സിലാക്കി വെക്കണം. ഷുഅറാഉ സആലീഖ് അഥവാ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ കളവുകൾ നടത്തുന്ന ചില മനുഷ്യന്മാർ, അവരാണ് സആലീഖ് എന്ന് പറയാം. അങ്ങനെ കുറച്ച് കവിമാരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് താബത്ത ഷർറ, അദ്ദേഹം കളവ് നടത്തിയ ഒരു മുതൽ ഒരു സമയത്ത് കക്ഷത്തിൽ വെച്ചത് കൊണ്ടാണ്, അദ്ദേഹത്തെ ഒളിപ്പിച്ചു വെച്ചത് കൊണ്ടാണ് താബത്ത ഷർറ, ഷെറിനെ കക്ഷത്തിൽ വെച്ച ആൾ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അതാണ് സആലീഖ് എന്ന് പറയുന്നത്. സ്വഉലൂഖ്, ഷൊതാർ എന്ന രണ്ട് പേരിൽ ഈ കവിമാർ അറിയപ്പെടുന്നുണ്ട്. അവര് കളവ് നടത്തുന്നത് നമുക്കറിയാം, ആ കാലത്തുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ക്ഷാമങ്ങളൊക്കെ. അപ്പോൾ അതിനു വേണ്ടി ചെറിയ ചെറിയ കളവുകൾ നടത്തി എന്നതല്ലാതെ വൻ ഒരു കുറ്റവാളികളൊന്നുമല്ല അവര്. പക്ഷെ അവര് സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധിയാർജിച്ച നല്ല കൃതികളൊക്കെ നടത്തിയ ആളുകളായിരുന്നു. നൗആനി, ഇവരെ രണ്ട് വിധമായിട്ട് ഷുഅറാഉ സആലീഖിനെ മാറ്റുന്നുണ്ട്. ഷുഅറാഉ അല്ലദീന ആശു ദാഖിലൽ ഖബീല, ഖബീലയുടെ ഉള്ളിൽ താമസിച്ച ആളുകൾ, അവർ ഷംഫറ താബത്ത ഷർറ, നേരത്തെ പറഞ്ഞ പോലെ ഷംഫറയും താബത്ത ഷർറയുമാണ് ദാഖിലൽ ഖബീല. അല്ലദീന ആശു ഖാരിജൽ ഖബീല അൽ ഖുലആ എന്നാണ് അവരറിയപ്പെടുക. ഖബീലക്ക് പുറത്ത് താമസിച്ച ആളുകൾ, ജീവിച്ച ആളുകൾ. ഹാരിസ് ബിൻ ലാലിം അൽ മുറ എന്ന് പറയുന്ന കവിയെ പോലെ ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ഷുഅറാഉ സആലീഖിന്, നമ്മുടെ സിലബസിൽ ഈ വിഷയം പറയുന്നില്ല എങ്കിലും ഈ ജാഹിലിയ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറിവിലേക്ക് ഈ സ്ലൈഡും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഷുഅറാഉ സആലീഖ്. ഇനി നസ്റിലേക്ക് വരികയാണ്. ഇത്രയുമാണ് നമുക്ക് ഷെറിനെ കുറിച്ച് പറയാനുള്ളത്. നസ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. ഒറ്റ സ്ലൈഡിൽ നസ്റിന് വല്ലാത്ത പ്രാധാന്യം, ഈ പ്രചാരം ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ നസ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ നൗകളാണ് നസ്റിനുള്ളത്, എന്തായിരുന്നു നസ്ർ എന്താണ് എന്ന് നമ്മൾ നേരത്തെ ഷെറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷനായിട്ട് എൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞത് ഖാഫിയയില്ലാത്ത, വസ്നുകളില്ലാത്ത ഒരു അദീബിൻ്റെ ചിന്തകളെ ചിത്രീകരിക്കുന്ന ഒരു ശൈലിയെ, അൽ ഉസ്ലൂബിനെയാണ് എന്ത് പറയാ, നസ്ർ എന്ന് പറയാമെന്ന് നമ്മൾ പറഞ്ഞു. അത് ഖാഫിയയും വസ്നും ഖയാലും ആതിഫയൊക്കെ ഉണ്ട് എങ്കിൽ ആ ശൈലിയെ ഷിയറും എന്ന് പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ കാനൻ നസ്ർ മുസജ്ജഅൻ മുർസലൻ, മുർസൽ എന്ന് പറഞ്ഞാൽ ഒഴുക്കൻ മട്ടിൽ, മുർസലായിട്ട് അതിങ്ങനെ ഫ്രീ ആയിട്ട് പറഞ്ഞു പോകുന്ന നസ്റായിരുന്നു ജാഹിലി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അൻവാഹു, അതിൻ്റെ നസ്റിൻ്റെ വിഭാഗങ്ങളിൽ പെടുന്ന ഒന്ന് അൽ ഖിതാബ, പ്രസംഗമാണ്. വളരെ പ്രശസ്തനായ ആളാണ്, പ്രാസംഗികനാണ് ഖുസ്ബിൻ സായിദ അൽ അയാദി എന്ന് പറയുന്ന വ്യക്തി. രണ്ടാമത്തെ അമ്രുബിന് മഅദി കരിബ, മഅദി കരിബ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. അമ്രുബിന് മഅദി കരിബയെ പോലെ ഖുസ്ബിൻ സായിദ് അൽ അയാദിയെ പോലെയുള്ള ഖുതബാക്കൾ ഈ കാലഘട്ടത്തിൽ പ്രസിദ്ധി ആർജിച്ച ആളുകളായിരുന്നു. മണിക്കൂറുകളോളം വെള്ളം പോലും കുടിക്കാതെ ഒറ്റ നിൽപ്പിൽ പ്രസംഗങ്ങൾ നടത്തിയ വ്യക്തികളായിരുന്നു ഇവർ എന്നുള്ളതാണ് ഇവരെ പ്രസിദ്ധമാക്കുന്നത്. നമ്മൾ ഖുസ്ബിൻ സായിദ അൽ അയാദിയുടെ പ്രശസ്തമായ വാക്കുകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ നൗ ആണ് ഹിക്കം എന്ന് പറയുന്നത് തത്വങ്ങൾ പറയുക. മൂന്നാമത്തത് അൽ അംസാൽ, മസലുകൾ പറയുക. 4 സുജഉൽ കഹാൻ എന്ന് പറഞ്ഞാൽ ഖിതാ നസരിയ അൽ ഖസീറ അൽ മുസജ്ജ, കോർത്തിണക്കപ്പെട്ട ചെറിയ ചെറിയ ഗദ്യത്തിൻ്റെ കഷ്ണങ്ങളെയാണ് സുജഉൽ ഖുഹാൻ എന്ന് പറയുക. അഞ്ചാമത്തത് അൽ വസായ, വസിയത്തുകൾ, മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നൽകുന്ന വസിയത്തുകളാണ്. അപ്പോൾ ഇത്രയും ഖിതാബ, ഹിക്കമ്, മസല്, സുജഉൽ ഖുഹാൻ, വസായ, ഇത്രയും ഐറ്റങ്ങളാണ് നസ്റുൽ ജാഹിലിയിൽ ഉൾപ്പെടുന്നത്. ഇതോടുകൂടെ ഒന്നാമത്തെ യൂണിറ്റ് ഏകദേശവും മുഴുവനായും നമുക്ക് കവർ ചെയ്തു എന്ന് പറയാം. ഇത് കൃത്യമായി മനസ്സിലാക്കുക, നന്നായി കേൾക്കുക, അതിനനുസരിച്ച് പോയിന്റ്സുകൾ നിങ്ങൾ എഴുതി ഉണ്ടാക്കുക.
ഓരോ വ്യക്തികളെ പഠിക്കുമ്പോൾ ആ വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേക ധാരണകൾ ഉണ്ടാകണം. ഇത് ഓൾറെഡി ഇപ്പം തന്നെ അത് നീണ്ടുപോയിട്ടുണ്ട്. ആ വ്യക്തികളുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അതൊരു പക്ഷെ വീണ്ടും നീണ്ടുപോകാം എന്നുള്ള ഭയം കൊണ്ടാണ് ഇത് ഉൾപ്പെടുത്താതിരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തി ബാക്കി നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. ശുക്രൻ ലിമുതാബഅതിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.